also here. എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. I greet you all in the name of Jesus Christ. ഞാൻ നിന്നുകൊണ്ടാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. I used to stand and proclaim the word. എന്നാൽ ഇന്നലെ രാത്രിയിലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് അല്പം കാലിന് വേദന വർദ്ധിച്ചു. After last night's prayer meeting, severe pain came to my leg. എൻ്റെ ഡാമേജ് ആയത്, അപകടം ഉണ്ടായത് വലത്തെ കാലിനാണ്. Accident was on my right leg. എന്നാൽ വെയിറ്റ് മുഴുവനും ഇടത്തെ കാലിന് കൊടുത്തിട്ട് ഇപ്പം ഇടത്തെ കാല് ഇടച്ചിലാണ്. Because the right leg is a little weak, so I'm putting all the strength and weight on my left leg, and it is kind of bothering me. അങ്ങനെ ഇന്ന് ഒരു പരിധി വരെ റെസ്റ്റ് എടുത്തു, അല്പം കുറവുണ്ട്. I took some rest during the day today. It's kind of okay now. ഇപ്പം ഞാൻ നിന്നുകൊണ്ട് പ്രസംഗിച്ചാൽ ഞാൻ ഈ കാലിനെ കുറിച്ച് ഇടയ്ക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കും. If I were to stand and preach, this thinking will come to my mind. എന്നാൽ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വചനം മാത്രം ചിന്തിക്കാമല്ലോ. So if I'm sitting here, I can concentrate on the word and proclaim the word. ആദ്യത്തെ ഒരു 10 മിനിറ്റ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കും. First 10 minutes, you are going to think about this. എങ്ങനെ ഓടി നടന്ന മനുഷ്യനാ ഇപ്പം കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും. Now you may think that pastor used to run around and preach, and now he's sitting down and preaching. വചനം പ്രകാശിച്ച് കഴിയുമ്പോൾ അതെല്ലാം മറക്കും. After the word is proclaimed here, you will forget all those things. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു മിനിറ്റ് നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വേറൊന്നിനും വേണ്ടിയല്ല, നിന്നുകൊണ്ട് വചനം പറയാനുള്ള ബലം കാലിന് ലഭിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. I am asking that you all to pray for me so that I can stand firmly and proclaim the word of the Lord. സകല മഹത്വവും കർത്താവിനെ അർപ്പിക്കുന്നു. I give all the glory to the Master and Almighty Jesus Christ. ഇന്നത്തെ വചനത്തിനായിട്ട് പ്രാർത്ഥിക്കുക. Let's pray. പിതാവേ, ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ. ഭാഷാന്തരം ചെയ്യുന്ന നിന്റെ ദാസന് അധികം കൃപ നൽകണമേ. കേൾക്കുന്നവർ യൂട്യൂബിലും ഓൺലൈനിലും ഈ ചർച്ചിലും ആൽബനി ചർച്ചിലും വചനം കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ. യേശുക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നാം ചെയ്യുന്നത് ശരിയല്ല. ഇതാണ് ഇന്നത്തെ ദൂത്. The message tonight is things that we are not doing is not right. We are doing is not right. നിങ്ങൾക്കറിയാം, 2 രാജാക്കന്മാർ 7-ാം അധ്യായത്തിലാണ് ആ ശബ്ദം കിടക്കുന്നത്. That voice is in 2 Kings chapter 7. ഒൻപതാമത്തെ വാക്യം. പിന്നെ അവർ തമ്മിൽ നാം ചെയ്യുന്നത് ശരിയല്ല, ഇന്ന് സ്വതർധ്വാന ദിവസമല്ലോ, നാമോ മിണ്ടാതിരിക്കുന്നു. നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ആകയാൽ വരുവീൻ, നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്കുക എന്ന് പറഞ്ഞു. ആമേൻ. ഇതൊരു പഴയ നിയമ വേദഭാഗം ആകുന്നു. This is a word in the Old Testament. പുതിയ നിയമത്തിൻ്റെ സുവിശേഷ സന്ദേശം പ്രസംഗിക്കാനാണ് എൻ്റെ എപ്പോഴുമുള്ള ആഗ്രഹം. I like to preach from the New Testament. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ സ്റ്റോറീസും ലൈഫ് ഹിസ്റ്ററീസും പ്രസംഗിക്കാൻ എളുപ്പമുണ്ട്. It's easy to preach the Old Testament stories and the life histories. എന്നാൽ ഈ പൗലോസിൻ്റെ ഒരു വാക്കപ്പോൾ എന്നെ കയറി കുറ്റം വിധിക്കും. But a word from Paul will perk me. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. We preach the crucified Christ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ ഒന്നും അറിയാത്തവനായിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു എന്നും പോൾ പറയുന്നു. I want to be a person who want to know about crucified Christ. ഞങ്ങളെപ്പോലെയുള്ള സാധാരണ ഉപദേശിമാരുടെ ആഗ്രഹം കുറച്ചുകൂടി അറിവുണ്ടാകണമെന്നാണ്. We preachers wanted to have more. എന്നാൽ പോളിൻ്റെ ആഗ്രഹം എൻ്റെ അറിവ് എൻ്റെ പ്രസംഗത്തിൽ വരരുതെന്ന്.
But Paul is thinking that things like those should not come in my message. യുവസുവിശേഷകരുടെ ഉള്ളിൽ ഇതൊന്ന് കയറിയെങ്കിൽ നല്ലതായിരുന്നു. I want this message to be in the young preacher's mind. എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാൽ അല്ലായിരുന്നു. My preaching and my messages, my thinking process is not from my knowledge. കറക്റ്റ്. എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും The word and the preaching, എൻ്റെ ജ്ഞാനത്തിൽ നിന്നാകരുതെന്നാണ് എൻ്റെ ആഗ്രഹം. I'm thinking that it should not be from my own knowledge. പിന്നെ എന്തായിരിക്കണം? What it should be. ആത്മാവിൻ്റെയും ശക്തിയുടെയും From the spirit and the strength, ഡെമോൺസ്ട്രേഷൻ ആയിരിക്കും. it should be the demonstration of those things. എന്താലേ? Amen. എന്തായിരുന്നു പോളിന്റെ പ്രശ്നം? What was Paul's issue? എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഒത്തിരി പഠിച്ചിട്ടുണ്ട്. He had knowledge about a lot of things. അത് കാരണം വാ തുറന്നാൽ തോട്ട്സ് ഇങ്ങനെ ഒഴുകും. So the good thoughts were coming from his mouth. എന്നാൽ പൗലോസ് ഓരോ ദിവസവും പ്രാർത്ഥിക്കും, അതൊന്നും വെളി വരരുതേ. But he will pray that those things should not come out from my mouth. സ്പർജന്റെ വീടും മ്യൂസിയം ഒക്കെ സന്ദർശിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. I got an opportunity to see the great preacher Spurgeon's house and the museum. അവരത് നന്നായിട്ട് സൂക്ഷിച്ച് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. They kept that place very well and maintained it well. അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന ഞാൻ ഇങ്ങനെ കണ്ടു. I saw a prayer from him like this. ഓരോ പ്രസംഗം കഴിയുമ്പോഴും ഞാൻ ചിന്തിക്കും, എൻ്റെ കഴിവുകളെ പ്രകടിപ്പിക്കാൻ ഞാൻ എന്തെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടോ? I will think that after every message, he will think that if there were a chance that I showed my own ability. എൻ്റെ കർത്താവിനെ മാത്രം ആളുകൾക്ക് കൊടുക്കാൻ എനിക്കിടയാകണം. I want to give only Jesus through my message. സക്കായിക്ക് യേശുവിനെ കാണാനായിട്ട് കഴിയാത്തത് നേരത്തെ കണ്ടവരുടെ തടസ്സമാണ്. Zacchaeus couldn't see Jesus because the other people who saw Jesus before stopped him from seeing Jesus. കണ്ടവർ Those people കാണാനുള്ളവരെ saw തടയുന്നു. stopping people who wanted to see Jesus. കണ്ടവർ മാറുകയായിരുന്നു എളുപ്പമുണ്ട്. If people who saw first were to move away from the place, it would be easy for Zacchaeus to see Jesus. ഫേമസ് ആളുകൾ മരിച്ചു കിടക്കുമ്പോൾ അനൗൺസ് ചെയ്യുന്നത് കേട്ടിട്ടില്ലേ? Oftentimes you heard that when famous people die and there will be announcements coming. ദയവ് ചെയ്ത് കണ്ടവർ മാറണം. People will say after you seeing the dead body, you should go and give place for other people to come and see. യേശുവിനോടുള്ള ബന്ധത്തിൽ കണ്ടവർ മാറുകയല്ല ചെയ്യേണ്ടത്, മാറിയിട്ട് കാണാത്ത 10 പേരെ വിളിച്ചോണ്ട് വരിക ചെയ്യേണ്ടത്. If I were to say that as far as Jesus concerns, if you see Jesus, you should not just move out, but you should go and bring more people to Jesus. സക്കായിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവർ മാറുകയില്ല, ആരെയോട്ട് കാണിക്കുകയില്ല. Zacchaeus understood that they're not going to move away and they're not going to give a chance to other people to see Jesus. ഇവർ നന്നായിട്ട് കണ്ടിരുന്നെങ്കിൽ ഇവർ മറ്റുള്ളവരെ കൊണ്ടുവന്നേനെ. If they were to see Jesus well, they were to bring other to him. എന്നാലും എനിക്ക് കാണണം. Even though that is the case, I still wanted to see Jesus. അതുകൊണ്ട് സക്കായി വേറെ ഐഡിയ കണ്ടെത്തി. So he came with another idea. നീ യേശുവിനെ കണ്ടിട്ട് എത്ര നാളായി? How long it's been that you've seen Jesus? ഞാൻ അങ്ങനെ കണ്ടെന്ന് തന്നെ തോന്നുന്നില്ലല്ലോ. I am not even thinking that I've seen Jesus. ഞാൻ കുറച്ച് പാസ്റ്റർമാരെയല്ലേ കണ്ടേ? I saw some pastors. നീ യേശുവിനെ കണ്ടിട്ട് എത്ര നാളായി? How long has it been since you saw Jesus? എത്ര പേരെ പുതുതായിട്ട് കാണിക്കാൻ നിനക്ക് പറ്റി? Did you get a chance to show Jesus to any new people? How many people you were able to bring to Jesus? ഇവൻ എത്ര മഹാനെന്ന് നോക്കുകയും Look how great he is. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും Look at him very carefully. അവനൊപ്പം പറയാനൊരാളില്ല.
Nobody is worthy to say equal to him. അവനെ പോലെ ആരാധനയ്ക്ക് യോഗ്യൻ ആരുമില്ല. No one is worthy to be praised like him. അവനെ പോലെ പരിശുദ്ധൻ ആരുമില്ല. There is no one holy like him. അവനെ പോലെ മനുഷ്യനെ സ്നേഹം വെളിപ്പെടുത്തിയവൻ ആരുമില്ല. No one showed the love just like Jesus showed love to humanity. അവനെ പോലെ മാഗ്നറ്റിക് പവർ ഉള്ള ആരുമില്ല. There is no one like the magnetic power that Jesus has. യേശു ഇങ്ങനെ പറഞ്ഞു, Jesus said like this, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയാൽ if you were to raise the Son of Man, സകലരെയും ആകർഷിക്കും. everyone will be attracted to him. നിങ്ങൾ ഉയർത്തണം, You need to lift him up, നിങ്ങളെ ഉയർത്തരുത്. not to raise yourselves up. നിങ്ങളെ ഉയർത്താതെ അവനെ ഉയർത്തിയാൽ Not to boast about yourself, but to raise him up. ഭയങ്കര ആകർഷണമായിരിക്കും. There will be attractions at that time. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ പറയട്ടെ, ചാർലി കിർക്ക് മരിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആരും ഇപ്പോഴും അദ്ദേഹത്തെ അറിയില്ല. If you like it or not, if Charlie Kirk was not dead, we would not even heard about him. അത് കഴിഞ്ഞ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അദ്ദേഹം ബൈബിൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ സംവാദങ്ങൾ എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. After that, I was able to find from the computer that he was able to debate about among the youth in colleges about Jesus Christ or the Bible. അമേരിക്കയിലെ ചെറുപ്പക്കാരെ ബൈബിളിലേക്ക് തിരിക്കാൻ ഇത്രയും വേഗത്തിൽ ഇത്രയും അധികം ആളുകളെ തിരിച്ച ഒരാളുണ്ടോ എന്ന് എനിക്കറിയില്ല. I don't think there was anyone like him has that power to draw the youth to Jesus these days. അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ മൈൻഡ് ഉണ്ട് എന്നതും സത്യമാണ്. He had a political mindset, that is a fact. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ബൈബിൾ സ്പിരിറ്റിനെ ഞാൻ അഭിനന്ദിക്കുന്നു. But I encourage, I salute his spirit in his mind. അദ്ദേഹത്തിന് യേശുവിനോടുള്ള റിലേഷനെ ഞാൻ അഭിനന്ദിക്കുന്നു. I congratulate him on his relationship with Jesus Christ. ഞാൻ പറയാൻ വന്നത്, അദ്ദേഹത്തെ ലോകം കണ്ടില്ല. The world did not see him. അദ്ദേഹം മരിച്ചപ്പോഴാണ് കണ്ടത്. After his death, people came to know about him. നിന്നെ ഉയർത്തരുത്. Do not boast yourself up. അവനെ ഉയർത്തണം. Raise our Master, Lord Jesus Christ. നീ മാക്സിമം മറഞ്ഞു നിന്നുകൊണ്ട് അവനെ ഉയർത്തിയാൽ, You hide behind the cross and lift him up. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളെല്ലാം അട്രാക്ഷൻ ഉണ്ട് യേശുവിന്. Jesus has more attraction than you can imagine. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ പവർഫുൾ മാഗ്നറ്റ് ആണ് എൻ്റെ യേശു. Jesus Christ is more attractive than what you are thinking. നിനക്കൊക്കെ ഒരു ഇൻഫ്ലുവൻസും ഇല്ല. We don't have any influence. നീ അവൻ നിമിത്താ നിനക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടായത്. Because of him we have the അവൻ influence. നിമിത്തമല്ലെങ്കിൽ ഞാൻ ഇവിടെ വരില്ല. Because if it was not through him, I would not be here. ഇപ്പൊ ആ ഒടുവിൽ പാടിയ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് തമിഴിൽ പോൾ ദിനകരനൊക്കെ പാടുന്നത് കേട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. The last song is a very beautiful song. I like that song very much. പ്രിയപ്പെട്ടവരെ, അവനെ ഉയർത്തിയത് കൊണ്ട് മാത്രം ലഭിച്ച മാനമല്ലാതെ എന്താ ഉള്ളേ? Because only through raising him up, we receiving all the blessings. We are receiving all the blessings. എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ പരിചയക്കാരും ഒക്കെ കാണുമ്പോൾ, ഓ, ഭാര്യയും ഭർത്താവും കൂടെ അമേരിക്കയിൽ പോയിരിക്കുകയല്ലേ. My friends would, when I see them, they will say husband and wife are in the United States. അവരെ ഈ സ്ഥലത്തിൻ്റെ പേര് ആൽബനി കൊണ്ട് 2 ദിവസം നിർത്തിയിരുന്നേ മനസ്സിലായി ഇവിടെ നിന്നുള്ള ഗുണം എന്നാണ്. If I were to bring him here for a couple of days, they will know what's the benefit if they are here. ഞാൻ ഇനി ഇതിനേക്കാൾ കൂടിയ ഉടുപ്പുകളൊന്നും ഇടാനില്ല. ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ടെന്നറിയോ? Because it's too cold outside. That's what he's saying. Praise the Lord. Hallelujah. ഞാനോ എൻ്റെ ഭാര്യയോ US വരാനുള്ള യാതൊരു ക്വാളിഫിക്കേഷൻ ഉള്ളവരല്ല. We do not have any qualification to come to this country. എന്തിനേറെ മദ്രാസിലെ ആ കഠിന പരിശോധന ഉണ്ടല്ലോ, എന്നാ അതിന് പറയുന്നത്, Interview. അതിന് പോലും പോകാൻ താല്പര്യമില്ലാത്ത മനുഷ്യനാണ് ഞാൻ. I didn't expect or didn't want to go to the US embassy in Madras for the കാരണം interview. അവിടുത്തെ ചോദ്യങ്ങളും പരിഹാസങ്ങളും ആളുകൾ ഇങ്ങനെ തലേദിവസം പോയിട്ട്
പത്രമായിട്ടാണ് പോകണം. മനോരമ പത്രമായിട്ട് പോയിട്ട് അത് വിരിച്ചിട്ട് അത് കിടക്കുക. There are some big lines that in order to get inside the building, there's a big queue. ക്യൂ നിൽക്കുകയല്ല, ക്യൂ കിടക്കുക. They're not standing, but they're putting some newspapers and lying down there. റിയൽ ഫാക്റ്റ് പറയുന്നത്. It is a fact. തലേ ദിവസം കിടന്നാൽ രാവിലെ 10 മണിക്ക് കയറാം. You have to go there early enough to get into the building next day morning. ഞാൻ കിടന്നിട്ടില്ല, കിടന്നവർ പറഞ്ഞുള്ള അറിവാണ്. I am saying this from other people. I haven't done that. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ ചോദിക്കും, അമേരിക്കയെ മാനസാന്തരപ്പെടുത്താനാണോ നിങ്ങൾ പോകുന്നേ? Then the preacher, the officer will say, are you going there to convert people in the United States? നിങ്ങൾ ഇവിടെയാ പ്രസംഗിക്കേണ്ടത്, പോകണ്ട അത് പറയുക. They will say, you have to preach in India, don't go to the United States. ഇതൊക്കെ കേട്ട് ദേവദാസന്മാർ സങ്കടത്തോടെ പിന്നെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അടുത്ത വർഷം പോവുക. And people will go next year for the visa again. അതുകൊണ്ട് ഞാൻ പോവുകയെല്ലാം തീരുമാനിച്ചു. So I decided I'm not going to go. എന്നാൽ ഡേറ്റ് ഞാൻ മറന്നുപോയി, 2007 തോന്നുന്നു. പ്രിയപ്പെട്ട പാസ്റ്റർ ജോൺ ഡാനിയൽ എന്നെ നേരിട്ട് വിളിക്കുകയാണ്. I think it is in 2007, late Pastor John Daniel called him directly. ബാബുക്കുട്ടി, ഇത് ഞാനാണ്. Said, this is me, Pastor John Daniel. ബ്രദറാണ് ഈ വർഷത്തെ PCNAC പ്രസംഗിക്കുന്നത്. He invited Pastor Babu Cherian for the PCNAC conference. He said, you're the main preacher. ഞാൻ പറഞ്ഞ ചില ആള് മാറിപ്പോയോ, ഇത് പിറവത്തെ ബാബു ചെറിയാനാന്ന് പറഞ്ഞു. He said, maybe you are confused. It's just Babu Cherian, he said in reply. എനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല, ബ്രദറിന്റെ ചേട്ടനെ ഞാനല്ലേ സ്ഥാനപ്പെടുത്തിയത്. He said, there's no confusion that your brother, I baptized your brother. എൻ്റെ ജ്യേഷ്ഠൻ ബാംഗ്ലൂർ ആയിരിക്കുന്ന കാലത്ത് ജോൺ ഡാനിയൽ അച്ചായനാണ് എൻ്റെ ചേട്ടനെ സ്ഥാനപ്പെടുത്തിയത്. When my brother was in Bangalore, Pastor John Daniel baptized him. അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. He came to my house also. അപ്പോൾ ഈ ബന്ധങ്ങളെല്ലാം ഓർത്തു. The relationship came to light. ഞാൻ പറഞ്ഞ എനിക്ക് മദ്രാസിൽ പോവാതെ വല്ല വഴിയുണ്ടോ ഇത് കിട്ടാൻ? I asked if there any possibility for me to get the visa without going to Madras. അപ്പോൾ അദ്ദേഹം എന്നെ വചനപ്രകാരം ഉപദേശിച്ചു. He സകല മാനുഷിക നിയമത്തിനും കീഴടങ്ങിയിരിപ്പീൻ. He said you need to be under all the worldly law. അതുകൊണ്ട് ഞാൻ നല്ല സ്ട്രോങ് ലെറ്ററാണ് തരുന്നത്, അവിടം വരെ ഒന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. I will give you a good recommendation letter. You just have to go there for the visa. അപ്പോഴെനിക്ക് മനസ്സിലായി പലതരം ലെറ്റർ ഉണ്ടെന്ന്. I understood there were different kinds of letters. ഞാൻ അവിടെ ചെന്നു. I went there. അന്ന് ഇത്രയും വലിയ ക്യൂ ഇല്ലാത്ത ദിവസമായിരുന്നു. The line was not too long. ഞാനിങ്ങനെ അടുത്തടുത്ത് എത്തിക്കൊണ്ടിരുന്നു. I was approaching near to the gate. എൻ്റെ തൊട്ട് മുമ്പിൽ ഒരു കലാകാരനാണ് നിൽക്കുന്നത്. An artist was standing in front of me. പുള്ളി നടത്തിയ പ്രോഗ്രാമുകളുടെ മുഴുവൻ ഫോട്ടോസ് അടങ്ങിയ വലിയ ഫയലുണ്ട് കയ്യിൽ. He had a big file with all the programs that he had conducted. അവിടെ ഇരിക്കുന്ന വെള്ളക്കാരൻ ചോദിച്ചു, എന്തിനാ പോകുന്നത്? The officer asked him why you wanted to go to the United States. എൻ്റെ കലാപരിപാടികൾ കണ്ടിട്ട് ഇഷ്ടം തോന്നിയ പിന്നെ ടെക്സാസിലുള്ള ആളുകൾ എനിക്കൊരു അവാർഡ് തരാനാണ് എന്നെ കൊണ്ടുപോകുന്നത്. So I'm going to get an award from the people who were happy to see my programs. ഓ, അദ്ദേഹം ഭയങ്കര സന്തോഷത്തോടെ എന്നാ ഫയൽ എന്ന് കാണിച്ചേ. So he said he was very happy and let me see the files. പുള്ളിക്ക് സന്തോഷമായി. He was happy. ഓ, നിങ്ങൾ എത്ര വലിയ ആളല്ലേ. Asked him, you're a famous person. അങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിൽ വന്നാണ് ആ അവാർഡ് തരേണ്ടത്. So they should come to Kerala, to India and give you the award. നിങ്ങൾ പോണ്ട. So there's no visa for you. കളിയാക്കുക. Almost like ridiculing him. അപ്പം അടുത്ത എനിക്കാ. Next is me in line. അപ്പം എൻ്റെ കാര്യം തീരുമാനമായല്ലോ. ഞാൻ വളരെ കെയർലെസ് ആയിട്ട് ഫയലും കൊടുത്തു. I gave him the file to the officer. എത്ര നാളത്തെ വിസ വേണമെന്ന് ചോദിച്ചു. He asked, ചോദിക്കുക. how long you want the visa for? ഞാൻ ഒന്നും വേണ്ടിയില്ല. I did not reply. എത്ര ദിവസം അവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നേ? How many days you are planning to stay in the United States? ഞാൻ പറഞ്ഞു എൻ്റെ പ്രസംഗം 3 ദിവസമാണ്, ഒരാഴ്ച തന്നാൽ ധാരാളം എന്ന് പറഞ്ഞു. I told them that my the engagement here is for 3 days. If you can give me 1 week, that's enough.
പുള്ളി ഒരു ദിവസം ഉണ്ടായിരുന്ന ചോദിച്ചു, 10 വർഷം തരുന്നതിന് കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. He didn't say anything. Are you okay if I give you a visa for 10 years? അങ്ങനെയാ ഇവിടം വരെ എത്തിയത്. That's how I am here. എന്നിട്ട് പുള്ളി എന്നോട് പറയാം, ഞാൻ ഈ ആപ്ലിക്കേഷൻ ഫോം ഒന്ന് അങ്ങോട്ട് തിരിച്ചു തരാം, അതിനകത്തൊരു തെറ്റുണ്ട്, തിരുത്തിയിട്ടൊന്ന് സൈൻ ചെയ്ത് തരണമെന്ന്. Then he said there's an error or mistake in your application form. I'm going to give that back to you. You got to correct it and give it back to me. ഏതോ ഒരു കാര്യം യേസ് എന്ന് എഴുതേണ്ടടുത്ത് ഞാൻ നോന്ന് എഴുതിയിരിക്കുന്നു. There was a line somewhere that was supposed to be, the answer was supposed to be yes. I said no. എന്ന് പറഞ്ഞാൽ നുണയാ. Meaning it is technically a lie. പുള്ളി പറഞ്ഞു അത് വെട്ടിയിട്ട് He said correct it. യേസ് എന്ന് എഴുതി സൈൻ ചെയ്ത് തരാവോ എന്ന് റിക്വസ്റ്റ് ചെയ്യുക. Correct it and give it back to me. വിശ്വസിക്കാൻ പ്രയാസമല്ലേ? It is very hard to believe. എനിക്കൊരു കാര്യം അറിയാം, But I know one thing. ദൈവത്തിന് അങ്ങനെ തോന്നിയാൽ അത് നടക്കും. If God wants to give you a visa, He will give you a visa. ചങ്കത്ത് കൈവച്ച് പറയട്ടെ, ഞാൻ അവനെ ഉയർത്തിയിട്ടുണ്ട്. I will raise him up. ഞാൻ അവനെ ഉയർത്തിയിട്ടുള്ളൂ. The only person I lifted up was only Jesus Christ. ഞാൻ ഈ യോഗത്തിന് വിളിച്ചോരെ പോലും ഉയർത്തുകയില്ല. I will not mention the people who invited for the meetings. അതൊന്നും എന്റെ ജോലിയല്ല. That's not my job. അവനെ ഉയർത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ വന്നത്. Only because I lifted Jesus Christ, that is the only reason why I'm here. ഹല്ലേലൂയ. Hallelujah, hallelujah. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Lift your hands and say hallelujah. എങ്കിൽ പിന്നെ എന്തിനാണ് പഴയ നിയമത്തിലെ ഈ വാക്യം വായിച്ചത്? If so, why I read this verse from the Old Testament? ഒരു മിഷൻ മെസ്സേജ് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്. I wanted to share a mission message with you. ഇവിടെ അത് പറയാൻ പറ്റൂ. This is the only place that I think it is very appropriate to share ഇവിടെ that message. അതിനുള്ള ഒരു ചെറിയ കളം, അതിനുള്ള ഒരു വയൽ ഒരുക്കിയിട്ടിരിക്കുക. The field is ready. ഇവിടെ നല്ല സീനിയർ സിറ്റിസൺസ് വരെ ഈ തണുപ്പടിച്ച് പരസ്യത്തിന് പോകുന്ന സഭയാണിത്. Our apachins and ammachis were also outside and proclaiming the word of the Lord. ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ എന്തെങ്കിലും മിനിസ്ട്രി ആരംഭിക്കണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. Children came and asked me to pray that so they can start some ministries in school. ഇത് ലൈവ് പോകുന്നുണ്ടല്ലോ. അമേരിക്കയിലും ഇങ്ങനെയൊക്കെയുള്ള മലയാളി ചർച്ചുകൾ ഉണ്ടെന്ന് എല്ലാവരും അറിയട്ടെ. I want the United States to know that there are also Malayali churches in here who has a spirit of the mission. ആമേൻ. 10 കുഷ്ഠരോഗികളുടെ ഡയലോഗാണിത്. This is a dialogue about the 10 lepers. അന്ന് കുഷ്ഠരോഗികളായ 4 പേർ പടിവാതിക്കലുണ്ടായിരുന്നു. 10 അല്ല 4. 4 lepers. അവര് തമ്മിൽ പറയാണ്, നാം ഇവിടെ കിടന്ന് മരിക്കുന്നത് എന്തിന്? They are talking amongst themselves and why are we here and dying? 2 രാജാക്കന്മാർ 7:3 വായിച്ചത്. 3. 2 King chapter 7 verse 3. അപ്പോൾ ഇവര് കുഷ്ഠരോഗികളാണ്. They are lepers. നിങ്ങൾക്കറിയാം അവരുടെ കാലിലെ വിരലുകൾ മിക്കവാറും നഷ്ടപ്പെട്ടു കാണും. Their toes probably were gone, almost gone. അവരുടെ കാലുകൾ പലപ്പോഴും ബലഹീനമാണ്, സെൻസേഷൻ ഇല്ല. Their legs are very weak and there is no sensation. നമ്മളൊക്കെ നടക്കുന്ന കിട്ടാപ്പെടാന്ന് ചവിട്ടിയൊന്നും അവർക്ക് നടക്കാൻ പറ്റില്ല. They cannot walk firmly. അവരൊരു പക്ഷേ മറ്റൊരാളെ പിടിച്ചോ പടികുത്തിയോ ആയിരിക്കും നടക്കുന്നത്. They may need help from other people. അവർ പറയാണ്, നമുക്കൊന്ന് മൂവ് ചെയ്യാം. They are saying that let us move. Praise the Lord. സുവിശേഷത്തിന്റെ ആത്മാഭാഗത്ത് കയറിയ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. When the spirit of the gospel is in you, you will move. ഈ കൊച്ചു വാക്കുകൾ പോലെ ദൂതാണ് കേട്ടോ. This is the word of the Lord I am preaching here. It's a prophetic word I am sharing with you. നമ്മൾ മൂവ്മെന്റിന്റെ മനുഷ്യരാ. We are the people of movement. എപ്പോൾ സ്റ്റക്ക് ആവുമോ അപ്പോൾ തീർന്നു. If you are stuck somewhere without moving, you have no future. തമ്മി പറയാ, നമ്മൾ ഇവിടെ ഇങ്ങനെ കിടന്ന് ചത്തിട്ട് എന്താ കാര്യമുള്ളത്? They're talking amongst themselves and say, if you were to stay here and die, what is the use? പട്ടണത്തിൽ ചെല്ലുക. Go to the city. പട്ടണത്തിൽ ക്ഷാമമായിരിക്കും, ഇവിടെയും ക്ഷാമം തന്നെയാണ്, അവിടെ വെച്ച് മരിക്കും. There may be famine in the city and there's also famine here. We'll die here or there. അവർ ലോജിക്ക് പറയുകയാണ്, ഇവിടെ കിടന്നാലും മരിക്കുമല്ലോ. They were logically thinking that if we were to stay here, we'll die. അവർ നമ്മെ കൊന്നാൽ നാം മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അരാം വളയത്തിൽ പോകാൻ സന്ധ്യാസമയത്ത് പുറപ്പെട്ടു.
they decided to go to Aram and go there in the evening. എന്താ കാര്യം? What is the reason? ഇന്നലെ ഒരു പ്രവാചകൻ പറഞ്ഞു പട്ടണത്തിൽ ഒരു സംഭവം നടക്കാൻ പോകുന്നു. Prophet said something is going to happen in the city. സെയിൽ 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 എല്ലാം വിലക്കുറവ് കൊടുക്കുക. Said all the shops have a big sale going on. നോ സാധ്യത, ഒരു സാധ്യതയില്ല. There's no opportunity like that. വിലക്കുറവ് കൊടുക്കുന്ന എന്താണ്? What is being given out with less price? ഫുഡ്. Only food. ഫുഡിനുള്ള സാധനങ്ങളെല്ലാം തീരെ വിലക്കുറവ്, 10-1 വില പോലും ഇല്ലാതെ കൊടുക്കുക. So the food is being given out without in cheap, meaning in very less price. 7:1. Chapter 7 verse 1. അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ, നാളെ ഈ നേരത്ത് ശമരിയുടെ പതിവാതിക്കൽ ശേക്കലിന് 1 സ്വയ ഗോതമ്പും ശെക്കലിന് 2 സ്വയ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. Then Elijah said, "Hear ye the word of the Lord that says the Lord, tomorrow about this time shall a measure of fine flour be sold for a shekel, and 2 measures of barley for a shekel in the gate of Samaria." അന്നത്തെ ചക്രവർത്തിയുടെ ഒരു സെക്രട്ടറിന്നോ PR ഏജൻ്റെന്നോ പറയുന്ന ഒരാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. There was a secretary kind of person of the king was standing there. അദ്ദേഹം പറയുകയാണ്, He is saying like this. യഹോവ ആകാശത്തിൽ കിളിവാതിൽ ഉണ്ടാക്കിയാലും ഈ കാര്യം നടക്കത്തില്ല. Is that even if there is an opening from the window from heaven, it will not happen. പ്രവാചകന്റെ മറുപടി, The prophet replied like this. നീ കാണും പക്ഷെ അനുഭവിക്കുകയില്ല. You will see, but you will not be able to benefit from it. എല്ലാവരും കേട്ടല്ലോ അല്ലേ? ഈ അകമ്പടി നായകന്റെ പേര് തൽക്കാലം ഫ്രാൻസിസ് എന്നിരിക്കട്ടെ. Just say this officer's name is Francis. അവനോട് അവിടെ നിൽക്കുന്ന വേറൊരാൾ ചോദിക്കുക, മിസ്റ്റർ ഫ്രാൻസിസ്, പ്രവാചകൻ ഈ പറഞ്ഞ കാര്യം നടക്കുകയില്ലെന്ന് പറയാൻ എന്നാ കാരണം? So somebody was just say thinking like thinking like this. Somebody is asking this person, Francis, why are you thinking that this word that came from the prophet is not going to happen? അങ്ങനെ ഇതിനു മുമ്പ് നടന്നിട്ടില്ല. He said it did not happen previously. അത്രേ ഉള്ളൂ. Is that the only reason? അല്ല, ഒരു സാധ്യതയില്ല. There is no possibility. അത്രേ ഉള്ളൂ. Is that the only reason? അല്ല. No. ഇപ്പൊ ഇവിടുത്തെ വില അറിയാവോ സാധനങ്ങളുടെ? You know how much it costs to buy food now? ഇപ്പൊ 1 കിലോ അരിക്ക്, 1 കിലോ റവയ്ക്ക്, 1 കിലോ ഗോതമ്പിന് $1,000 വില. The groceries is to buy now is $1,000. അത് $1 കൊടുക്കുമെന്ന് നീ പറഞ്ഞാൽ അത് ഒരുവിധം ബോധമുള്ളവരാരും വിശ്വസിക്കില്ല. If people with common sense were to hear that that's going to be sold for $1, they cannot believe. ഓക്കെ, അപ്പൊ സാധ്യതയില്ല, നടന്നിട്ടില്ല, നീ മുമ്പേ കണ്ടിട്ടുമില്ല. ഈ 3 കാരണങ്ങളാണ് നീ നോ എന്ന് പറയുന്നത്. There's no possibility, it never happened before, and you haven't seen. That's why you're saying that's not going to happen. എങ്കിൽ പ്രവാചകനോട് നമുക്ക് ചോദിക്കാം. Let's ask the prophet. ഈ പിള്ളേരെ വീണ്ടും ചെന്ന് പ്രവാചകനോട് ചോദിച്ചു, They went and asked the prophet, നിങ്ങൾ ഇത് നടക്കുമെന്ന് പറയാൻ കാര്യം എന്താ? why are you saying that it's going to happen? ദൈവം എന്നോട് പറഞ്ഞതുകൊണ്ട്. Because the Almighty told me. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. അവൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയുന്നു. He told me, that is why I am telling you. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയുന്നു. If you call upon the Lord Jesus Christ, you will be saved. That's why I'm telling you this. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശു എന്ന നാമമേ ഉള്ളുവെന്ന് വചനം പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയുന്നു. Above the earth, underneath the sky, the only name to be saved is the name of Jesus Christ. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടവർ സൗഖ്യമായി എന്ന് വചനം പറയുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നു. The person who touched the hem of his garment was healed. That is why I'm proclaiming this. അവന്റെ നാമത്തെ ഉയർത്തിയാൽ ജനങ്ങൾക്ക് മാറ്റം വരുമെന്ന് വചനം പറയുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നു. If you lift his name, the mind of the people and the people community will be changed. That is why I'm telling you this. വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ടെന്ന് വചനം പറയുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നു. If you believe you'll have eternal life, that's why I'm telling you this. എനിക്ക് വേറെ തെളിവൊന്നും പറയാനില്ല. I don't have anything else to tell you. പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ 100 അല്ല 1000 ഉണ്ട്.
If you have experience, not 100, I have thousands of experience. ഒന്നാമത്തെ തെളിവ് ഞങ്ങൾ തന്നെയാണ്. The first example is ourselves. അവനെ തൊട്ടപ്പോഴെല്ലാം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. Every time when I touched him, we experienced that. അവനെ ഉയർത്തിയപ്പോഴെല്ലാം ഞങ്ങൾ അത് കണ്ടിട്ടുണ്ട്. Whenever we lifted him up, we saw that. അവന്റെ വചനം പറഞ്ഞപ്പോഴെല്ലാം ഞങ്ങൾ അത് ശരീരത്തിൽ ആസ്വദിച്ചിട്ടുണ്ട്. Whenever we proclaim the word of the Lord, that was in our body. We experienced in our body. Hallelujah, 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 hallelujah. യേശുവിന്റെ രക്തത്താജയം, യേശുവിന്റെ രക്തത്താജയം. Hallelujah. Amen, 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 amen. Hallelujah, 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 hallelujah. നിങ്ങളുടെ പ്രതീക്ഷയുടെ ലെവൽ ഒന്നുകൂടെ ഉയരണം. I want your level of expectation to be a little bit more high. ഇതിനു മുമ്പൊക്കെയുള്ള യോഗങ്ങളിലെ പോലെ ആയിരിക്കില്ല ഇന്നത്തെ യോഗം. This meeting is going to be a little different than the meeting that you thought it was going to be. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തൊരു അടയാളം ലഭിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. You are going to see a sign that you have never seen it before. നിങ്ങളുടെ കണ്ണിൽ നിന്ന് എന്തെങ്കിലും ചിലത് പൊഴിഞ്ഞ് താഴെ വീഴുന്ന രാത്രിയാണ് ഈ രാത്രി. A scale-like thing is going to come out of your eyes, and that is going to be a miracle. Working life night this evening time. നിത്യ നരകത്തിലേക്ക് ആളുകൾ പോകുന്നതിന്റെ ദർശനം നിങ്ങളുടെ അകത്ത് പതിയട്ടെ ഇന്ന് രാത്രി. You need to have that vision in your heart that people are going to the eternal hell. സ്വർഗീയ ദർശനങ്ങൾ പുതുതായി ചിലരും കൂടെ പ്രാപിക്കട്ടെ. The heavenly vision needs to have in some new people's life. 100 മിഷണറിമാർക്ക് ഈ സഭ ജന്മം കൊടുക്കാൻ പോവുകയാണ്. God, this church is going to give birth to 100 missionaries. ഇത് ഞാൻ ഊഹം പറയുകയല്ല. It's just not just an assumption. ഇത് ദൂത് പറയുകയാണ്. This is the word of the Lord coming out of my mouth. പരിശുദ്ധാത്മാവ് പറയുകയാണ്. The Holy Spirit is proclaiming this. പരിശുദ്ധാത്മാവ് ഇവിടെ കുട്ടികളുടെ മേൽ അടയാളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. The Holy Spirit is putting signs on the children here. പരിശുദ്ധാത്മാവ് ചിലരെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The Holy Spirit is filling some people this evening time. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ഇവിടെ കാറ്റടിക്കുകയാണ്. A big wind is going to move here tonight. ദൈവത്തിന്റെ തീ ഇവിടെ വീഴുകയാണ്. The fire of the Holy Spirit is going to be here this evening. അഗ്നിജ്വാല പോലെ നാവ് പതിയുകയാണ്. A fire like tongue is going to be here this evening time. പുതു ഭാഷകൾ നാവിന്മേൽ വരികയാണ്. New languages is going to come out of your mouth. വാ തുറന്ന് സ്തുതിക്കട്ടെ. Open your mouth and praise the Lord. കരങ്ങളെ അടിച്ച് സ്തുതിക്കട്ടെ. Clap your hands and praise the Lord. പ്രവചിക്കട്ടെ. Prophesy. ദർശനങ്ങൾ കാണട്ടെ. See visions. കെട്ടുകൾ അഴിയട്ടെ. Bondage is going to be കെട്ടുകൾ removed. അഴിയട്ടെ. Bondage is going to be കെട്ടുകൾ removed. അഴിയട്ടെ. Bondage is going to be removed. Jidalabala, shakalabala, rabdakalabala, shaudalabala, shamdalabala, jidalabala, rarabala, shamdakalabala, jaudalabala. Hallelujah, 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 hallelujah. യേശുവിന്റെ രക്തത്താജയം, യേശുവിന്റെ രക്തത്താജയം. ആരക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, ആരക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, ആരക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, ആരക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. Glory, 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 glory. Hallelujah, hallelujah, hallelujah. Amen, 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 amen. അന്യഭാഷയെ കുറിച്ച് ലജ്ജിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? Are you ashamed of the Holy Spirit, the speaking of tongues? നിങ്ങളുടെ അറിവില്ലായ്മയാ. Because you don't have കർത്താവിനോട് സോറി എന്ന് പറ. knowledge about that fact and say sorry to Jesus, the Almighty. അന്യഭാഷയെ നിങ്ങൾ ഈ ഭൂമിയിലെ ഭാഷയായിട്ടൊന്നും കൂട്ടിക്കൊഴിക്കരുത്. Don't confuse the speaking of tongue with the languages in this world. നിങ്ങളുടെ കൊച്ചു മക്കള് Your grandchildren. എന്തോ ഭാഷ പറഞ്ഞാലും നമുക്ക് മനസ്സിലാവും അല്ലേ? If little ones come up to us and talk to in any language that we can understand. എനിക്ക് 5 കൊച്ചുമക്കളുണ്ട്. I have 5 grandkids. അവരുടെ 5 പേരുടെ ഭാഷ എനിക്കറിയാം, വേറെ ആർക്കും അറിയുന്നതിനേക്കാൾ നന്നായിട്ട്. I know their language very well than anyone else could understand them. അവർ നോക്കി എനിക്ക് മനസ്സിലാവും. Even if they're not, I will understand. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല. If you speak in tongues, you're not talking to the people here. അപ്പനോടാ സംസാരിക്കുന്നേ. You're talking to the Father up in heaven. അവന് മനസ്സിലാവും. He will understand. അവന് മനസ്സിലായ പോരെ.
That is the only thing we നീ need. പറഞ്ഞോന്നേ. You just speak. ഒരു 2-3 മിനിറ്റ് നമുക്ക് നാം അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കാം. Let us praise the Lord in tongues. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരുടെ മേൽ പകരട്ടെ. Let us flow out of us. ഒരു തീ പടരട്ടെ. There is a fire. ഒരു തീ പടരട്ടെ. The fire is going to spread here. Hallelujah, hallelujah, hallelujah. Glory, 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 glory. Hallelujah, hallelujah, hallelujah. Hallelujah, 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 hallelujah. യേശുവിനെ താജേ, യേശുവിനെ താജേ, യേശുവിനെ താജേ, യേശുവിനെ താജേ. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Sotram, 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 sotram. Hallelujah, 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 hallelujah. Amen, 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 amen. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah. Hallelujah, 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 hallelujah. Glory, 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 hallelujah. Hallelujah, hallelujah. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. I will pour out the Holy Spirit during the end times on everyone. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്. After that is prioritization. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. Your sons and daughters will prophesy. പെന്തക്കോസ്റ്റിൽ ഫസ്റ്റ് പ്രയോറിറ്റി സൺഡേ സ്കൂൾ പിള്ളേർക്കാ. In Pentecostal, first priority is for Sunday school students. അത് കഴിഞ്ഞ് നിങ്ങളുടെ യൗവനക്കാരും. After that, your youth. എന്നാ ഇതിന് പറയുന്നത്? PYP. ഇവിടെ എന്നാ പറയുന്നത്? CM. Yeah, our youth, PYPA or CEM type youth. അവർക്ക് സെക്കൻഡ് പ്രയോറിറ്റി. They have the second priority. പിന്നെ ഉള്ള ഞങ്ങൾക്ക്. Only after people like us. നിങ്ങളിത് മുതലാക്കണം. You need to take benefit out of it. നിങ്ങൾ ഇതിന്റെ പ്രയോജനം എടുക്കണം. You need to make use of it. നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയും. You will be able to prophesy. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യമാകും. When you pray, sick people will be healed. നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ നടക്കും. Miracle will happen through you. സ്കൂളിലും കോളേജിലും വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുന്ന കൊച്ചു മിടുക്കന്മാരും മിടുക്കലും ഇവിടെ ഇരിപ്പുണ്ട്. God will use you in your colleges and your schools. Hallelujah, hallelujah, hallelujah. Hallelujah. പ്രസംഗം തീർക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. ഒരു ആത്മപകർച്ചയ്ക്ക് വേണ്ടി സമയം ഇട്ടുകൊടുക്കണം എന്നൊരു ചിന്തയും എനിക്കുണ്ട്. I do wanted to conclude the message, but I wanted to yield to the Holy Spirit also. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. You quietly pray. അഭിഷേകം ഒരിക്കലും മനുഷ്യർക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. People cannot bring the Holy Spirit to the prayer meetings or the power to the prayer meetings. പക്ഷെ ഇവിടെ ഒരു ആത്മപകർച്ചയുടെ കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്. I see the wind moving here this evening time. ആരും അതിനെ കെടുത്തി കളയരുതേ. Don't quench that spirit. നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു. If you have the vision in your heart, just praise the Lord. നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അതിനെ നിറയ്ക്കും. Open your mouth wide and I will fill it. ഈ പ്രസംഗത്തിന് നിങ്ങൾ വലിയ മാർക്കൊന്നും ഇടണ്ട. Don't put any mark to my message. എനിക്ക് A+ വേണ്ട. I don't need a big mark, A+ type mark. പക്ഷെ നിങ്ങളിൽ ചിലർ ഇന്ന് രാത്രി ആത്മാവിൽ നിറഞ്ഞാൽ സ്വർഗ്ഗം സന്തോഷിച്ചു. If some of you were to fill with the Holy Spirit, the heaven will be happy. നീ വാ തുറന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുക. Open your mouth and say, നീ സ്തുതിച്ചുകൊണ്ടിരിക്കുക. worship Him. Let's worship നാവിന്മേൽ Him. പുതിയ ഭാഷ വരുന്നുണ്ട്. Your new languages will come to your mouth. പുതിയ ഭാഷ. New languages. പുതിയ ഭാഷ. New languages. പുതിയ ഭാഷ. New languages. The heavenly ന്യൂയോർക്കിന്റെ languages. തലസ്ഥാനത്ത് നിന്ന് ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ മഴ പെയ്യുന്നു. Hallelujah, hallelujah. This capital city, the rain of the blessing is coming upon the city. Hallelujah, hallelujah, hallelujah. Hallelujah, 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 hallelujah. Glory, 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 hallelujah. Hallelujah. എലീശ പറഞ്ഞത് ഒരു റിവൈവലിനെ കുറിച്ചാണ്. Elijah was talking about a revival. ദൈവത്താൽ ദേശത്ത് നടക്കുന്ന അത്ഭുത പരിവർത്തനത്തെ കുറിച്ചാണ് പറഞ്ഞത്. There is a revolution is happening in the area through
Lord Almighty. അമാനുഷിക കരം കൊണ്ട് ഭൗതിക സാധനങ്ങൾക്ക് മാറ്റം വരുന്നതല്ലേ എലീശയുടെ പ്രവചനം? It is not through the work of the hands, but from the Almighty's work, things are changing. അതല്ലേ കാനായിലെ കല്യാണ വീട്ടിൽ നടന്നത്? That is what you see the wedding in Cana. അതല്ലേ മരുഭൂമിയിൽ 5000 പേരുടെ മുമ്പിൽ നടന്നത്? Is that what that's what happened feeding 5,000 in the wilderness? അതേ തുടർന്നല്ലേ പെന്തക്കോസ്ത് നാളിലെ ആത്മപകർച്ച ഉണ്ടായത്? That's where the Holy Spirit came in the day of Pentecost. ആത്മീയ ഉണർവുണ്ടായാൽ ഭൗതിക നന്മയും ഉണ്ടാവും. When there is a revival, real revival, you will get the blessing in the world also. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയ ഉണർവുണ്ടായാൽ നിങ്ങളുടെ പിള്ളേർക്കൊക്കെ സാമ്പത്തിക നില മാറും. When you are filled with the Holy Spirit, the earthly blessings will follow after it. എല്ലാ മേഖലയിലും മാറ്റങ്ങൾ വരും. In every realm, in every area, there will be changes. എലീശ ഒരു റിവൈവലിനെ കുറിച്ച് പറയുകയാണ്. Elijah is talking about a revival. റിവൈവൽ സ്വപ്നം കാണുന്ന വല്ലവരും ഇവിടെ ഇരിപ്പുണ്ടോ? Anyone dreaming about revival? എങ്കിൽ നിങ്ങളെ ഉറപ്പിക്കാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, To strengthen you, Holy Spirit is talking to me. തെളിവുകൾ ചോദിക്കരുത്. Don't ask for any signs. സാധ്യതകളെ നോക്കരുത്. Don't look for any പറഞ്ഞവൻ അത് opportunity. ചെയ്യും. The person who said it will make it happen. നീ കണ്ട ദർശനം നടക്കും. The vision that you saw will come to pass. നീ കേട്ട ദൂത് സംഭവിക്കും. The word that you heard is going to come to pass. നീ കണ്ടത് സംഭവിക്കും. The vision that you saw will നീ happen. കേട്ടത് സംഭവിക്കും. What you heard is going to happen. ദൈവത്തിന് അബദ്ധം പറ്റിയല്ല. There's no mistake coming from the Lord. ദൈവം ഭോഷ്ക് പറയത്തില്ല. He will not lie, say any lie. എലീശ ഒറ്റയ്ക്ക് നിന്ന് പറയുന്നു, അത് സംഭവിക്കും. Is a one man, he's standing and proclaiming this, it's going to happen. വെളിപ്പാട് കിട്ടിയവൻ മിണ്ടാതിരിക്കരുത്. If you have the revelation, don't be quiet. സംഭവിക്കുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കണം. Until it happens, you need to proclaim it. Just speak and say it will happen. Amen, 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 amen. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Glory, 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 glory. Hallelujah, 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 hallelujah. ബാംഗ്ലൂരിലുള്ള ഒരു അപ്പോസ്തലന്റെ കാര്യം പറയാൻ എൻ്റെ ഓർമ്മയിൽ വരുന്നു. പേര് പറയുന്നില്ല. പേര് പറഞ്ഞാൽ പിന്നീട് അതെല്ലാം അസൂയയ്ക്ക് കാരണമാകും. ബാംഗ്ലൂരിലെ ഒരു ലീഡിംഗ് സഭ നടത്തുന്ന പാസ്റ്റർ, a leading apostle in Bangalore. I don't want to say his name, but this person is leading a mega church in Bangalore. അങ്ങനെയുള്ള പലരുണ്ട് അവിടെ. There are multiple people like that in Bangalore. അങ്ങനെയുള്ള നിങ്ങൾ അറിയുന്ന ഒരാളല്ല ഞാൻ ഈ പറയുന്നത്. I am not talking about a person that you're thinking of. അദ്ദേഹം ഒരു ഏകദേശം 100 പേരിൽ താഴെയുള്ള ഒരു ചർച്ച നടത്തുകയാണ്. About 100 people are in his church. അദ്ദേഹം പറയുകയാണ്, ഈ സിറ്റിയിലെ ഏറ്റവും വലിയ സഭയാകാൻ പോകുന്നു ഈ സഭ. And then at that time he was saying that this is going to be the biggest church in the city. ഇവിടെ ഇരിക്കാനിടയില്ലാതെ ആളുകൾ നിൽക്കുന്നത് ഞാൻ ദർശനം കാണുന്നു. I'm seeing that there's no place for people to sit, but I'm seeing that people are standing around to worship the Lord. ഇവിടുന്ന് മിഷണറിമാർ പല രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഞാൻ കാണുന്നു. He's saying that I'm seeing visions that people are going out as missionaries to different countries from this church. സഭയിലെ മൂപ്പന്മാർ ഫെഡപ്പായി. The elders got fed up after hearing these. ഒരു ദിവസം അവര് പ്രധാനപ്പെട്ട കമ്മിറ്റിയിലെ അംഗങ്ങളെ പാസ്റ്ററുടെ വീട്ടിൽ ചെന്നു. ഞായറാഴ്ച one day after service, and the committee members went to the pastor's house. പാസ്റ്റർക്ക് ഒരു മാസം എത്ര രൂപ വരുമാനം വേണം? How much are you expecting monthly, pastor? ഒരു 25,000 രൂപ പോരെ? Is 25,000 rupees enough? അത് ഞങ്ങൾ തന്നോളാം. ദയവ് ചെയ്ത് ഈ 1000-10,000 പേരൊക്കെ സഭ വരുമെന്ന് ഇങ്ങനെ എല്ലാ ആഴ്ചയും പറയരുത്. We will take care of your monthly salary and everything, but don't say that 1,000 and 10,000 people are going to come to this church. ജനങ്ങളുടെ വിചാരം കഞ്ഞി കുടിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് ഈ ആൽമാക്കൾ എന്ന് പറയുന്ന ആളുകളുടെ ധാരണ. They thought this pastor wants more money, that's why he's asking for more believers to come to his church. Hallelujah, hallelujah. ഓർമ്മകൾ പലതുണ്ട്, നിങ്ങളുടെ മനസ്സിൽ പതിയാൻ വേണ്ടി പറയാം. 2-3 കുട്ടികൾ ഒരുമിച്ച് ഇങ്ങനെ നടന്ന് സ്കൂളിൽ പോകും. There are 3 students walking and going to school. അവരിങ്ങനെ നടന്നു പോകുമ്പോൾ while they were walking,
ഇലന്തൂർ സൈഡിലൊരു വീട്ടിലെ അവിടെ നിന്ന് ഒരു കൊച്ചിനെ കൂടെ കൊണ്ടുപോകണം. They wanted to get another student from nearby Ilandur area. ആ കൊച്ചു വരാത്ത കാരണം വീടിൻ്റെ വാതിൽക്ക് ഇങ്ങനെ നിൽക്കുക. So the kid is not coming out of her house. So the three people students are standing outside her house. അപ്പോൾ അകത്തുനിന്ന് പ്രാർത്ഥന കേൾക്കാം. But they can hear prayer coming out of his house. ആൽബാക്കളെ തരട്ടെ, ആൽബാക്കളെ തരട്ടെ, ആൽബാക്കളെ തരട്ടെ. Give us souls, give us souls, give us souls. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് ആൽബാക്കൾ എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ? The third grade student did not understand what that prayer was about. പോകുന്ന വഴി കൂട്ടുകാർ ചോദിച്ചു, നീ എന്നാടി ആൽമാക്കളെ തന്നെ ആൽമാക്കളെ തന്നെ എന്ന് പറയുന്നത്? So the friends asked, why were you praying like that? Give us souls, give us souls. വിശന്നിട്ടാന്ന്. This said, I am hungry, that's why. അവർക്കൊന്നും മനസ്സിലായില്ല. They didn't understand what she's talking about. അപ്പോൾ ആൽമാക്കൾ തിന്നാൻ നല്ല സാധനമാണോ എന്ന് ചോദിച്ചു. Is it good to eat the soul? അതല്ലടി. That's not what I'm talking about. ഇച്ചിരി കോഴിയിറച്ചി മേടിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ പപ്പ പറയും, ആൽമാക്കളെ തരാൻ പറ, ആൽമാക്കളെ തന്നാൽ കോഴി വരും. So he said that when we wanted to eat real good, and father will say, pray that souls will come so we will get enough sources to buy food. ഇച്ചിരി മീൻ കറി വെച്ച് തരാമോ എന്ന് ചോദിക്കുമ്പോൾ പറയും, ആൽമാക്കളെ തരാൻ പറ. So give us some fish, good fish curry, and father will say, pray that souls will be added. ഈ ചപ്പാത്തി കഴിച്ച് മടുത്തു, ഇച്ചിരി ചോറ് തരാമോ എന്ന് ചോദിക്കുമ്പോൾ പറയും, ആൽമാക്കളെ തരാൻ പറയും. I'm tired of eating certain food and wanted to change it. Then father will say, ask for souls. ഇതുപോലെയാണ് ഞാൻ പറഞ്ഞ കർണാടകത്തിലെ പാസ്റ്റർ ഇങ്ങനെ 1000 പേര് 10000 പേര് എന്ന് പറയുമ്പോൾ ഈ പാവങ്ങളുടെ വിചാരം പുള്ളിക്ക് വരുമാനമില്ല, സ്വത്രകാഴ്ച കുറവായിട്ടാണ് ഈ പെണ്ണ് കരയുന്നത്. Similar to that, I was talking about the pastor in Bangalore. The believers thought that he was not getting enough salary. That is the reason why maybe he was praying for souls. പുള്ളി പിറ്റേ ആഴ്ച ബാക്കി കൂടെ പറഞ്ഞു, നിങ്ങൾ എനിക്ക് സ്വത്രകാഴ്ച തരണ്ട, ഒന്നും തരണ്ട, ഇവിടെ ആത്മാക്കൾ വന്നാൽ മതി. Next week he said, don't give me any money, I just need souls to come to this church. പിന്നെ പുള്ളി ഇവരുടെ വിശ്വാസം കൂട്ടാൻ വേണ്ടി പറഞ്ഞു, ഒരു 10 ഏക്കർ സ്ഥലം ഈ പരിസരത്ത് എവിടെയെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. To increase their faith, he said to the congregation that if you know a place that they wanted to sell 10 acres, let me know. ഒരു മാസത്തിനുള്ളിൽ സ്ഥലം കണ്ടുപിടിച്ചു. After 1 month, they were able to find the place. ഇതേ പ്രാർത്ഥനാ മനുഷ്യനാണ്. He is a prayer warrior. പുള്ളി എവിടെ ചെന്ന് എൻ്റെ ഉടമസ്ഥനെ കണ്ടു. He went and saw the owner of their land. കച്ചവടം ഉറപ്പിച്ചു. The business was settled. അഡ്വാൻസ് കൊടുത്തു. Gave the advance money. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ലീഡേഴ്സിനെ വിവരം അറിയിച്ചു, ഇത് രജിസ്റ്റർ ചെയ്യാൻ വരണമെന്ന് പറഞ്ഞു. He notified the leaders of Assemblies of God and asked them to come there to register that property. അവർ വരുന്ന ഡേറ്റ് തീരുമാനിച്ചു. Decided the date. ആ ഡേറ്റ് അടുത്ത് വരുമ്പോൾ ഈ വസ്തുവിൻ്റെ കരാർ എഴുതിയ ആൾ കാല് മാറി. So the date was getting closer. The people who said that they will sell the property to them decided not to give the property out. അയാൾ പറഞ്ഞു, ഞാനിത് കൊടുക്കുന്നില്ല. As they backed off and said, I'm not going to give out the property or sell the property. ലീഡേഴ്സ് എല്ലാം ദൂരെ നിന്ന് വരിക. The leaders of the Assemblies of God are coming from far places. ഇനി ഒറ്റ രാത്രിയേ ഉള്ളൂ. One more night. സന്ധ്യയായപ്പോൾ ഈ പാസ്റ്റർ ഭാര്യയോട് പറഞ്ഞു, ഞാനിത് റോഡിലോട്ട് ഇറങ്ങുക, എന്നെ വിളിക്കരുത്, ഞാൻ ഫോണൊന്നും കൊണ്ടുപോകുന്നില്ല, ഞാനൊരു തീരുമാനമായിട്ട് ഈ വരുവുള്ളൂ എന്ന് പറഞ്ഞു. So his pastor told his wife that I'm just going to walk out of this house. I'm not taking my phone. Don't call me. I will come back only after there's a decision is made. ഭ്രാന്തനെ പോലെ റോഡിലൂടെ കൈ ഉയർത്തി കരഞ്ഞോട് നടന്നു. Like a crazy man, like a lunatic, he was walking on the streets, lifting up his hands and crying and praying on the streets. വെളുപ്പിന് 3 മണിയായപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, മതി, വീട്ടിൽ പോ. At 3 o'clock, Holy Spirit told him, this is enough, go back home. ഇങ്ങനെയൊക്കെ പറയുമോ? You think it'll happen? പറയുന്നേ. It will happen. പുള്ളി വീട്ടിൽ വന്നു. He came back home. വീട്ടിൽ വന്നപ്പോൾ ഭാര്യ പറഞ്ഞു, Wife told him, നിങ്ങളോട് പ്രാർത്ഥന നിർത്താൻ ആരാ പറഞ്ഞേ? who told you to stop the prayer? പരിശുദ്ധാത്മാവ് പറഞ്ഞു. Holy Spirit told me. ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? Who told you that I was praying? വസ്തുവിന്റെ ആള് വിളിച്ചെന്ന് പറഞ്ഞു. The person who wanted to sell the house called her. 3 മണിയായപ്പോൾ വിളിച്ചെന്ന് പറഞ്ഞു, ഞാൻ എഴുതി തന്നേക്കാം, എനിക്ക് ഒരു സമാധാനം ഇല്ലെന്ന് പറഞ്ഞു. Said, I have no rest in my mind. 3 o'clock, they called and said, we are going to make the deal for the property. രാവിലെ ഗസ്റ്റ് എല്ലാം വന്നു, അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് രജിസ്റ്റർ ഓഫീസിലോട്ട് പോവുക.
Early morning, all the guests came, gave them breakfast, and they were going to go to the court registrar office to finish up the agreement. അതിന് മുമ്പ് ഓണറുടെ വീട്ടിലിരുന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ പോയി. They went to the owner's house to talk about it. നമ്മുടെ പാസ്റ്റർ ഒന്നും മിണ്ടുന്നില്ല. Our pastor is not saying a word. കാരണം ഇയാളെ എപ്പോൾ വേണേലും വാക്ക് പറയാമല്ലോ. So, because you never know when the other person is going to back off. അപ്പോൾ ഇവരുടെ സ്റ്റേറ്റ് ലീഡേഴ്സ് ചോദിച്ചു, എന്നാ മിണ്ടാത്ത? State leaders asked him, why are you so quiet? സാറ് പറയാൻ, ഇതിന് ഉടമസ്ഥരോട് പറയാൻ. So you go ahead and talk to the owner. പുള്ളി പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി 10 മണി വരെ ഇത് കൊടുക്കുന്നില്ലെന്നാ തീരുമാനിച്ചിരുന്നത്. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് മരണഭീതിയായി. ഞാനൊരു 2:45 ഇവരുടെ വീട്ടിലോട്ട് വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല, പല പ്രാവശ്യം വിളിച്ചു. ഞാനിത് കൊടുത്തേക്കാൻ എത്രയും വേഗം ഒന്ന് എഴുതിച്ച് പോകാവോ എന്ന് ചോദിച്ചു. So he said, since 10 till 2:45 in the morning, there was no rest in my mind. So I called them because I wanted to somehow give this property away. Hallelujah, hallelujah, hallelujah. ആ സ്ഥലമൊക്കെ നിറഞ്ഞു കവിഞ്ഞ് വേറെ സ്ഥലം മേടിച്ചു. They bought that place, and after there was not enough, they bought additional properties. ഒരു ഓട്ടോറിക്ഷയില് ഒരു സ്ത്രീ വയറ്റുവേദനയായിട്ട് വയറിങ്ങനെ പൊത്തി പിടിച്ചോണ്ട് ഓട്ടോറിക്ഷ കയറി. There was a lady who was some kind of stomach issues, went inside an auto rickshaw. എന്നെ മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് നോക്കാൻ പറഞ്ഞു. Told the auto driver to take me to the medical college. ഓട്ടോറിക്ഷക്കാരൻ ജാരി പറഞ്ഞു, പാസ്റ്ററെ അവിടെ കൊണ്ടുപോയി. So the auto rickshaw person took that lady to the parsonage, to the church. പുള്ളിക്കാരത്തി പറഞ്ഞു, ഞാൻ ആശുപത്രി വിടാനല്ലേ നിങ്ങളോട് പറഞ്ഞേ. This lady said, not here, take me to the hospital. ആശുപത്രി പോയിട്ട് ഒരു രക്ഷയില്ലാത്തവരൊക്കെ ഇവിടെ വന്ന് സൗഖ്യമായി പോണം. ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചി. The auto driver said, I've witnessed that a lot of people who went to the hospital, there was no healing for them, but they came here. ഇവിടുത്തെ കാറുകൾ, ഇവിടുത്തെ വാഹനങ്ങൾ, ഇവിടുത്തെ ഡ്രൈവേഴ്സ് പറയും, ഇതിനകത്ത് വന്നാൽ വിടുതലാണ്. People from here, the cars and the drivers will say, if they come here, you will be deliverance in here. ഇവിടുത്തെ പത്രങ്ങൾ ഇത് വാർത്തയാക്കും. The newspapers will proclaim about the miracles that's going to happen നിങ്ങൾക്ക് here. വിശ്വസിക്കാമോ? Can you believe? ഞാൻ ഇത് വളരെ ആധികാരികമായിട്ട് പറയുന്നു. I am saying this profoundly. I'm saying this. ഒരു ഉണർവിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. I am hearing a voice of revival. ഒരു ഉണർവിന്റെ കാറ്റ് ഞാൻ കാണുന്നുണ്ട്. I am seeing a wind of revival. കൈപ്പത്തി പോലൊരു മേഘം ഞാൻ കാണുന്നുണ്ട്. A hand like cloud is coming up. വിശ്വസിക്കുന്നവർ shout, ദൈവത്തെ സ്തുതിക്കട്ടെ. If you believe, shout and praise the Lord. Hallelujah, 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 hallelujah. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തത്താജയം, യേശുവിന്റെ രക്തത്താജയം, യേശുവിന്റെ രക്തത്താജയം, യേശുവിന്റെ രക്തത്താജയം, യേശുവിന്റെ രക്തത്താജയം. Glory, 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 glory. Hallelujah, hallelujah, hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Glory, 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 glory. Hallelujah, 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 hallelujah. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah, hallelujah. അപ്രതീക്ഷിതമായി നിങ്ങളുടെ മേൽ വലിയ വെളിപ്പാടുകൾ ഇന്ന് രാത്രി ഇറങ്ങി വരും. Unexpectedly, the revelation will come on you. നിങ്ങളുടെ നാവിന്റെ കെട്ടഴിയും. The bondages will be നിങ്ങൾ removed from your പുതുഭാഷകളിൽ mouth. സംസാരിക്കും. You will speak new languages. നിങ്ങൾക്ക് വെളിപ്പാട് ദൈവം തരും. You will see നീ visions. ആള് മാറിയവനായി ഇവിടുന്ന് പോകും. You will be a changed person. This is the day of miracle. ഇന്ന് അത്ഭുതത്തിന്റെ ഒരു രാത്രിയാണ്. Hallelujah, 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 hallelujah. Glory, 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 glory. Hallelujah, 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 hallelujah. Sotram, sotram, hallelujah, hallelujah. അന്നേരം ഒരുത്തനെ അവിടെ ഒന്ന് പറയാ, ആകാശം കിളിവാല് തുറന്നാലും നടക്കുകയില്ല. And one person standing there, and even if the windows of the heaven opens, it will not happen. ഇങ്ങനെയൊക്കെ പറയുന്ന ആരെങ്കിലും ഈ സഭയിലുണ്ടോ? If any person, any undoubtful person sitting here, doubtful person sitting here, ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. I don't think anyone is like that here. 1-2 ആഴ്ച ഇവിടെ നിന്നാലേ അറിയാൻ പറ്റുള്ളൂ.
If I were to stand here a couple of weeks, if I'm here about 2-3 weeks, then I'll know your attitude and your mentality. ഞാൻ പോരുന്നതിന് മുമ്പ് ഒരു 40 ദിവസം ഉപവാസമായിരുന്നു ഞങ്ങളുടെ ചർച്ചിൽ. There was a prayer meeting for 40 days before I left from there to here. എല്ലാവരും ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക. They were all cooperating very well. ഒരു ഗസ്റ്റിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ട വീട്ടിൽ Send a person for lunch, a guest person we sent to a house. ഇത്ര നീണ്ട പ്രാർത്ഥന കൊണ്ട് എന്നാ പ്രയോജനം എന്ന് ഗസ്റ്റിനോട്. So the person who's hosting asked the guest, what do you need a long prayer? What is the use of it? അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. There are people who ask those questions. ഇതൊക്കെ നമ്മുടെ ചെവി വന്ന് കേൾക്കാതിരുന്ന ഭാഗ്യം. If you're not hearing about that, we'll be lucky people. എന്നെക്കുറിച്ച് ഒരുത്തനൊരു ദൂഷണം പറഞ്ഞു. Some people said bad things about me. അത് ഒരു കൊല്ലം കഴിഞ്ഞ് വേറൊരാൾ എന്നോട് വന്ന് പറഞ്ഞു. After 1 year, a couple of people one person came and told me about it. ഇങ്ങനെ വല്ലതും കിട്ടിയ 24 മണിക്കൂർ എൻ്റെ കാര്യം പോക്കാം. If I hear things like that, I will be down for a long time. അതായത് ഈ തലയടിച്ച് വീണ ഡോക്ടർ പറയില്ലേ 24 hours കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. If your head has some kind of damage, only after 24 hours you will come back to normal. എൻ്റെ അവസ്ഥ ഇതാ. ഒരു വാട്സാപ്പ് മെസ്സേജ് മതി. So small messages will hit me very hard. പിന്നെ ഞാൻ ആരോടും മിണ്ടുകയില്ല. I will not talk to that person for a long time. ഫോൺ എടുക്കുകയില്ല. I will not answer their phone calls. ഭാര്യ എന്നാ പറഞ്ഞാലും ദേഷ്യപ്പെടും. If my wife were to say something, I would be angry at her. കുറെ നാളായപ്പോൾ അവൾക്ക് മനസ്സിലായി. After some time, she came to realize. ഇത് നമ്മളോടുള്ള ദേഷ്യമല്ല. She realized that it's not about me or against me. അപ്പോൾ അവൾ ചോദിക്കും ആരാണ്ട് ഫോൺ വിളിച്ചു അല്ലേ. Then she will ask somebody to call you. എനിക്ക് മനസ്സിലായി ഈ കല്യാണം കഴിച്ചത് ഇടയ്ക്കൊക്കെ ഒന്ന് ദേഷ്യപ്പെടാനും കൂടിയാണ്. God gave us partners sometimes and we can give our anger to them. നിങ്ങളോടല്ലോ ദേഷ്യപ്പെടാൻ പറ്റും. ഞാനതിനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. That's why we have husbands and wives. അപ്പൊ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൂട്ടിക്കോ. It works both ways. Hallelujah. ആരോഗ്യകരമായിരിക്കണം, നാട്ടുകാർ കേൾക്കരുത്. It has to be healthy conversation, not for the neighbors or somebody else to hear. ആരോഗ്യകരമായി വഴക്കുണ്ടാക്കുന്ന കുടുംബങ്ങൾ നല്ലതാ. Healthy conversations and arguments are good. ഞാൻ ഒരിക്കൽ പറഞ്ഞ ഒരു ഉദാഹരണമായി യൂട്യൂബിൽ നിങ്ങൾ കേട്ടതാ, എന്നാലും പറയട്ടെ. I said an example like this a long time ago. It might be in YouTube. കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും കൂടെ ഇങ്ങനെ ഒരു ടൂർ പോവുക. After marriage, a husband and a wife were going for a tour. അവരിങ്ങനെ മലയുടെ മുകളിലൊക്കെ ഇങ്ങനെ കാറ്റ് കൊള്ളുന്നു, ഫോട്ടോ എടുക്കുന്നു. On the mountain top, they're enjoying the sceneries and taking pictures. അപ്പോൾ ഒരു കഴുത അവിടെ നിൽക്കുന്നു. A donkey was there. ഭർത്താവ് ഭാര്യയെ നോക്കി ഒരു തമാശ പറഞ്ഞു. Husband looked at wife and said a joke. കഴുത എന്നാ നിന്നെ നോക്കി ചിരിക്കുന്നത്, നിങ്ങൾ തമ്മിൽ വല്ല ബന്ധമുണ്ടോ? Said, why is donkey looking at you and laughing? Are you related? പുള്ളിക്കാരി പറഞ്ഞു ഉണ്ട്. She said, yes, there is some kind of relationship. കല്യാണം കഴിഞ്ഞ ശേഷമുള്ള ബന്ധം. Said, only after the marriage. വിഷയം തീർന്നില്ലേ? See, everything was settled there. പുള്ളിക്കാരത്തി നേരെ ഒട്ടനെ തന്നെ അപ്പച്ചനെ വിളിച്ചിട്ട് എന്നെ കഴുതെന്ന് വിളിച്ചു, ഞാൻ അങ്ങ് വീട്ടിൽ പോരുക, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. She was to complain that to her family, the situation would be a little different. ഇതൊക്കെ ഇങ്ങനെ ഡീൽ ചെയ്യാതെ So jokingly deal with things. പുള്ളി അതോടുകൂടെ പുള്ളിക്ക് പിടികിട്ടി, ഇതിനെ ചൊറിയാൻ പോകാതിരിക്കുകയാണ് നല്ലത്. Then he understood that don't say funny jokes like that to wife. നെഗറ്റീവ് പറയുന്നവർ എല്ലാ സഭയിലും ഒരു 1% കാണും. You can see people who have negative mentality, at least one person in every church. കേട്ടോ പറഞ്ഞത്? Did you hear what I said? നെഗറ്റീവ് പറയുന്നവർ ഒരു സഭയിൽ ഒന്നേലും കാണും. There are people who has a negative mentality in every ഒരു church. വീട്ടിൽ ഒരെണ്ണം വെച്ച് ചിലപ്പോൾ കാണും. Maybe every house may have one person like that. അപ്പോൾ ഒരു സഭയിൽ എത്രയായി? So if every house has it, how many is at a church with negative mentality? ഞാനിതൊക്കെ നാളുകൾ കൊണ്ട് പഠിച്ച രഹസ്യങ്ങളാണ്. I learned this throughout my ഞാൻ എന്നിട്ട് പിന്നെ അവരോട് ഏറ്റുമുട്ടലായിരുന്നു ആദ്യകാലത്ത് എൻ്റെ പണി. Early days I used to fight with those people. കർത്താവിനോട് പറഞ്ഞു അവരെ വിട്. God told me to ignore those people. അവരെ അതിനെ വെച്ചിരിക്കുന്ന They are there for that. നിനക്ക് മൂർച്ച കൂട്ടാൻ വെച്ചിരിക്കുന്ന
to sharpen you. അല്ലെങ്കിൽ നീ അങ്ങ് ഉഴപ്പനായി പോകും. Otherwise, you will be a slacker. ബാക്കി 95% ആമേൻ പറയുന്നുണ്ടല്ലോ, There are നീ 95 അവരെ കൂട്ടി other മുമ്പോട്ട് people. പോകും. Look at those people and move forward. ഇവനോട് പ്രവാചകൻ പറഞ്ഞു, നീ ഇത് തിന്നാൻ സാധ്യത കുറവാണ്. Prophet told him that you will not benefit from this. You will not eat it. നീ കാണും. You will see. അവൻ എങ്ങനെയാ മരിച്ചതെന്നറിയാവോ? You know how he died? ഹാർട്ട് അറ്റാക്ക്, സൈലന്റ് അറ്റാക്ക് അല്ല, Not silent attack. ചാവിട്ടി കൊന്നാളു. People stamped on him. ഞാൻ സഭയിൽ പറയാറുണ്ട്, ചാവിട്ട് കൊള്ളാതിരിക്കണം, മര്യാദയ്ക്കിരുന്നോണം. Be careful you don't want it to get hurt. നിനക്ക് ആമേൻ പറയാൻ മേലെങ്കിലും Even if you cannot say amen, നെഗറ്റീവ് പറയരുത്. don't say negative things at church. ആമേൻ പറയാൻ മേലെങ്കിൽ നെഗറ്റീവ് പറയരുത്. Even if we cannot agree to things, don't say ഉണർവിന് വേണ്ടി negative things. നിൽക്കുന്നവനെ നിരാശപ്പെടുത്തരുത്. Don't quench the revival of spirit. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. Holy Spirit says like that. ഉണർവിന് വേണ്ടി നിൽക്കുന്നവനെ പ്രോത്സാഹിപ്പിക്കുക. Person who's standing for the revival, encourage that person. അവന് വേണ്ടി അല്ല ഇത് ചെയ്യുന്നത്. He's not doing that for himself. അവൻ ഇത് കൊണ്ടുപോകത്തുമില്ല. He will not take it with him. ഒരു ഉണർവ് ദൈവം കൊണ്ടുവരും. A revival, God will bring a revival. അതിന്റെ മുമ്പിൽ നിൽക്കാൻ ചിലരെ ഇവിടുന്ന് ദൈവം കണ്ടിട്ടുണ്ട്. God saw some people who's going to be in front of those revival. ഉണർവിന്റെ അഗ്നിയുമായി പോകാൻ ഇന്നത്തെ മീറ്റിംഗിൽ ചിലരെ കൊണ്ടുവന്നിട്ടുണ്ട്. There are some people who came to carry that fire and take the revival fire with you. Hallelujah, hallelujah, hallelujah. അവൻ അത് വിശ്വസിച്ചില്ല. He did not believe that. 4 കുഷ്ഠരോഗികൾ അത് വിശ്വസിച്ചു. 4 lepers believed it. അവർ തമ്മിൽ ഒരു ചെറിയ ആലോചന. They were talking about it. ഇവിടെ കിടന്നാലും ചാകും, അവിടെ പോയാലും ചാകും. എന്നാ പിന്നെ ആ പുള്ളി പറഞ്ഞത് എങ്ങാനും നടന്നെങ്കിൽ പോയി കാണാലോ. If we stay here, we'll die. If we go there, we'll die. So if we wanted to believe, let's go see what he said. എൻ്റെ പിന്നെ എനിക്ക് കോവിഡ് വന്നപ്പോൾ കുറേ പുതിയ അറിവുകൾ കിട്ടി. After COVID, a lot of new knowledge came to me. അമേരിക്കയിൽ കിടന്നാലും മരിക്കും. If you're in the United States, you'll die. ലണ്ടനിൽ കിടന്നാൽ പെട്ടെന്ന് മരിക്കും. If you're in London, you will die also. നമ്മുടെ മുഖ്യമന്ത്രിമാര് മറ്റു മന്ത്രിമാരൊക്കെ വന്നാൽ റിസീവ് ചെയ്തുകൊണ്ടൊന്ന് താമസിപ്പിക്കുന്ന ഒരു മനുഷ്യൻ ലണ്ടനിലുണ്ടായിരുന്നു. There's a person who used to receive the distinguished guests, including chief ministers. He used to live in London. ലണ്ടനിൽ കൊച്ചു വീടേ ഉള്ളൂ. The houses there are little smaller compared to here. ഗസ്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന വീടുകളുള്ളവർ ലണ്ടനിൽ മലയാളികൾ വേരിലെണ്ണാനേ ഉള്ളൂ. There are only few people who can accommodate guests in London because of the situation, the housing situation there. എന്നാൽ ഇദ്ദേഹത്തിന്റെ വലിയ വീടാ. He has a good, decent house, big house. ഇദ്ദേഹത്തിന് അസുഖം ബാധിച്ചു. He was sick. ലണ്ടനിലെ ഏറ്റവും നല്ല ആശുപത്രി ചികിത്സിച്ചു. He was treated by best hospital in London. കേരള മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞു, അദ്ദേഹത്തെ മാഞ്ചസ്റ്ററിലോട്ട് മാറ്റണം. The chief minister from Kerala called and said, transfer him over to Manchester. പക്ഷെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. They were not able to transfer him. അദ്ദേഹം ഒത്തിരി പൈസയുള്ള ആളാണ്. He was a rich person. അദ്ദേഹം മരിച്ചുപോയി. He died. എന്നോട് ദൈവം പറഞ്ഞു, ആരും സുരക്ഷിതരല്ല. God told me that no one is safe. ഒരു സ്ഥലവും സുരക്ഷിതമല്ല. No place is safe. കുഷ്ഠരോഗികൾ പറഞ്ഞ എന്നെ തിയോളജിയാ. Lepers is a very good theology, they said. ഞാനത് ഇങ്ങനെ ആക്കി പറയട്ടെ. In my thought, I'm going to say it like this. ബീഹാറിൽ പോയാലും മരിക്കും, ന്യൂയോർക്കിൽ കിടന്നാലും മരിക്കും. Even if you're in Bihar, you'll die. Even if you're in New York, you'll die. Hallelujah, hallelujah. ഈ അവധി കിട്ടുമ്പോഴേ When you get vacation, വീഗാലാൻഡ് നിശ്ചയമായിട്ടും കാണണം കേട്ടോ. there is a place called Vigaland. You must go and see. എന്നാൽ അതിന് മുമ്പ് ബീഹാറിൽ പോകണം. Before that, you will go for mission trip in Bihar. അത് കഴിയുമ്പോൾ സമയം ഉണ്ടാവില്ലല്ലോ. After that, you will not have any time left. പോകാൻ പ്ലാനുണ്ട്, എന്നോട് പറഞ്ഞാൽ മതി. നിങ്ങളെ വണ്ടി കൊണ്ടുവന്ന് ഇപ്പോൾ AC വണ്ടിയൊക്കെ ഉണ്ട്, ഒന്നും പേടിക്കണ്ട. വണ്ടിയെ കൊണ്ടുപോകും, താമസിപ്പിക്കും, ഭക്ഷണം തരും, മിഷൻ ഫീൽഡിൽ പോകാനുള്ള എല്ലാ സഹായവും ചെയ്യും. If anyone wants to go for a mission trip in Bihar, just let Pastor know. He will accommodate you luxuriously. He will take care of you.
ഇവിടെ കിടന്നാലും മരിക്കും, അവിടെ കിടന്നാലും മരിക്കും. If you're here, you will die. Even if you're there in Bihar, you will die. ഇടയ്ക്ക് ഈ സ്ഥലപ്പേരൊക്കെ പറഞ്ഞ് ലൈവ് തന്നെ എല്ലാവരും തല്ലി കൊല്ലുമെന്ന് പേടിയുണ്ട്. മറ്റൊരു രാജ്യത്ത് In another place, ഇങ്ങനെ മിഷൻ ചാലഞ്ച് നടത്തി. there was a mission challenge going on. 1000-ലധികം വിശ്വാസികളുണ്ട്. More than 1,000 believers were there. അവർ ഉണർന്നു. They were encouraged. ബീഹാറിൽ പോകാൻ തീരുമാനിച്ചു. They decided to go to Bihar. സഭയുടെ സെക്രട്ടറി ഈ പറഞ്ഞ പോലെ കോട്ട് 10-15 കൂട്ടുമായിട്ട് അവിടെ ചെന്നിറങ്ങി. So church secretary went there with a 10-15 suit. ഞാൻ നിങ്ങളെ ഓർത്തിട്ടതാകട്ടോ. എന്നോട് അവിടുന്ന് പറഞ്ഞാൽ വിട്ടെ, അവരെ നാണം കെടുത്തരുത്, മാന്യമായി ഡ്രസ്സ് ഇട്ടോളൂ. അത് To respect to you, I put this suit because so that's what some people told me to do. That's the only reason I'm wearing this clothes. അവിടെ ചെന്നിറങ്ങി കൊതുകിനെ കണ്ടപ്പോൾ ഒരു ഞെട്ടലുണ്ടായി. After seeing the mosquito, they were a little afraid. ഒരു ഡീസൻ്റായ കൊതുകുകളല്ല. The mosquitoes were not decent. എന്നാ വെളിയിൽ നിന്ന് വന്നവരാണെന്നൊരു പരിഗണന വെക്കണ്ടേ? They have to at least consider these people came from United States or different country. ഇത്രയും ഫാറ്റുള്ള മനുഷ്യരെ കണ്ടിട്ട് എത്ര നാളായിടാന്ന് പറഞ്ഞു. They said, I haven't seen people like, chubby people, fatty people like this before. It's been a while. അവിടുത്തെ ഡോക്ടർ എബി ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ എബിയേക്കാൾ മെലിഞ്ഞതാണ്. A lot of people, the missionaries there were skinny people there. അതുകൊണ്ട് കൊതുകിനും വേണ്ട. Not even mosquitoes need you. അതൊന്ന് കഷ്ടിച്ച് പിടിച്ച് നിൽക്കാമെന്ന് നോക്കുമ്പോൾ പൊടി ഇങ്ങനെ പറക്കുക. After that, survived the mosquitoes, then the dust is coming out. പെട്ടെന്ന് മൊബൈൽ എടുത്തു. Took the mobile. അടുത്ത ടിക്കറ്റ് ബുക്ക് ചെയ്തു. They decided to return. സ്തോത്രം ചെയ്തു. കർത്താവേ, ഈ ദേശത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത് പറഞ്ഞു. I said, I'm giving you this place in your hand, and they decided to go back. അവിടെ കിടന്നാലും മരിക്കും, ഇവിടെ കിടന്നാലും മരിക്കും. If you're there, you'll die. Even if here, you'll die. ഒരു തരം കറുത്ത പ്ലാസ്റ്റിക് കൂടില്ലേ ഈ വേസ്റ്റ് കൊണ്ടുപോകുന്നത്? Garbage can. അതിനകത്താണ് നമ്മളെല്ലാം കൊണ്ടുപോകാനിരുന്നത്. Amen. ഞാൻ കൂട് കാണുമ്പോൾ എനിക്ക് പേടിയാ സാറേ. When I see those black garbage cans, I am very afraid because during COVID time, dead bodies were used to carry in those plastic bags. ആ സമയത്ത് പുതുപ്പള്ളി അച്ഛന് കോവിഡ് ഉണ്ടായി. During that time, a priest in Puduppally was also affected with COVID. എന്നെ വിളിച്ചിട്ട് പറഞ്ഞ പ്ലാസ്റ്റിക് കൂടിനകത്ത് കയറാതിരിക്കാൻ ഒന്ന് പ്രാർത്ഥിക്കണം. Asked me to, Pastor, please pray that I will not get into that garbage liner, garbage can. കുഷ്ഠരോഗികൾ പറഞ്ഞ തിയോളജി എനിക്ക് ഭയങ്കര ഇഷ്ടം. I like this theology coming out of the leper's mouth. ഇവിടെ കിടന്നാലും മരിക്കും, അവിടെ പോയാലും മരിക്കും. Even if I'm here, we are here, we'll die. If we're there, we will also die there too. ഇതൊരു മിഷൻ ചലഞ്ചാ. It is a mission challenge. ഇനി നിങ്ങൾ കേൾക്കണം. നിങ്ങൾ ഒരു പക്ഷെ കണ്ടിട്ടില്ലാത്തൊരു ദൂത് ഞാൻ കാണിക്കാം. I am going to reveal something to you. വാക്യം 5 നോക്കി. 5 2 രാജാക്കന്മാർ 7:5. 2 Kings chapter 7 verse 5. അങ്ങനെ അവർ അരാംപാളയത്തിൽ പോകാൻ സന്ധ്യാസമയത്ത് പുറപ്പെട്ടു. And they rose up in the twilight to go unto the camp of the Syrians. ഞാൻ പ്രധാന ഭാഗം മാത്രം വായിക്കുക, സമയം പോയതുകൊണ്ട്. 6-ാം വാക്യത്തിൽ കർത്താവ് അരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും സൈന്യത്തിൻ്റെയും ആരവം കേൾപ്പിച്ചു. For the Lord had made the host of the Syrians to hear the noise of the chariots and a noise of horses, even the noise of the great host. And they said, അവിടെ കുതിരയില്ല, ഒന്നുമില്ല, വെറുതെ ദൈവം കേൾപ്പിക്കുക. there are no horses there, but Lord is merely letting them hear this voice. ഈ കീബോർഡിനകത്ത് സകല ശബ്ദമുണ്ട്. പട്ടി കറിക്കുന്നതും പൂച്ച കരയുന്നതും ഒക്കെ ഉണ്ട് ഈ കീബോർഡിനകത്ത്. There are different മക്കളെ അതൊന്നും ഇടല്ല കേട്ടോ. good music comes out of this. ഇവർ നല്ല പിള്ളേരെ അല്ലേ, പണ്ടേ അതൊക്കെ ഇട്ടേനെ. ഇതെല്ലാം മുകളിൽ നിന്ന് വന്നതല്ലേ. All this came from above. ദൈവം ഒരു ശബ്ദം കേൾപ്പിച്ചു. God let them hear a voice. നിനക്ക് ദൈവത്തെ അറിയോ? Do you know the Lord? നിന്നോട് ഇമ്പസ്വരത്തിൽ ഇടപെടും. He will talk to you very sweetly. അവനോട് യുദ്ധത്തിന്റെ സൗണ്ട് കേൾപ്പിക്കും. He will hear the voice of the war. എൻ ദൈവമേ, നീ എത്ര ഉന്നതൻ. Almighty God, how great you are. ഇനിയാണ് മർമ്മം കാണിക്കാൻ പോണത്. I'm going to here's the mystery. 7-ാം വാക്യത്തിലോട്ട് നോക്കിയേ. Verse 7. അതുകൊണ്ട് അവർ സന്ധ്യാസമയത്ത് തന്നെ എഴുന്നേറ്റ് ഓടിപ്പോയി.
Wherefore they arose and fled in the twilight. 5-ാം വാക്യത്തിൽ അങ്ങനെ അവർ സന്ധ്യാസമയത്ത് പുറപ്പെട്ടു. Verse 5, and they rose up in the twilight. കുഷ്ഠരോഗം വന്ന് വിരലുകൾക്ക് ബലമില്ലാത്ത 4 പേരിങ്ങനെ പതുക്കെ ശബ്ദം കേൾക്കാതെ അരാമ്പാളയത്തിലോട്ട് എത്താറായപ്പോൾ അതേ സന്ധ്യാസമയത്ത് കുതിരപ്പട വരുന്ന പോലെ മറ്റവർക്ക് ഫീൽ ചെയ്തു. Amen. These people who are affected with leprosy, they cannot even walk. Their toes were almost gone. They were walking very slowly. But the people hearing the voice like a war, the chariots are coming. മറഞ്ഞു കിടന്ന മർമ്മം പിടികിട്ടിയോ? You understand the mystery here? നിന്റെ ബലഹീനമായ കാലുകൾ ചവിട്ടിയാൽ When you are put your feeble അതൊരു feet out there, പടക്കുതിരയുടെ ശബ്ദമാക്കി എന്റെ ദൈവം മാറ്റും. it is going to be like a chariot by the Lord. Amen. Hallelujah. Hallelujah. Amen. ഇന്നലെ രാത്രി മുഴുവൻ വേദനിച്ച ഈ കാലം കൊണ്ട് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയുക, Hallelujah. ഈ ശബ്ദം ഈ പട്ടണത്തെ ഇളക്കുന്ന ശബ്ദമാണ്. Amen. This voice is going to be stirring up the city. Amen. 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 Hallelujah. 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 Hallelujah, hallelujah, hallelujah. Glory, 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 glory. Hallelujah, hallelujah, hallelujah. Hallelujah, 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 hallelujah. Glory, glory, hallelujah, hallelujah. നിന്റെ ബലമല്ല, This is not your strength, നിന്റെ ശക്തിയല്ല, not your might, നിന്റെ പണമല്ല, not your money, നിന്റെ തിയോളജി അല്ല, Not your theology. നിന്റെ കുടുംബ മഹിമയല്ല, not your family heritage. എന്റെ ആത്മാവിനാലത്രേ. Because of the Holy Spirit power, സൈന്യത്താലല്ല, because of the, ശക്തിയാലല്ല, not your power, ദൈവത്തിന്റെ ആത്മാവിനാലത്രേ. because the Holy Spirit, the Spirit of the Lord. Amen, 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 amen. Hallelujah, hallelujah, hallelujah. Hallelujah. തുടരാ രവര രദല രഗല ജവര ദിബല രവര ജദല രവല ശബര തുടമ രവല രഗദ രദല യാവരിക്കട്ടെ ദൈവത്തിന്റെ തേജസ്. Hallelujah, hallelujah. Glory, 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 glory. Amen, 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 amen. Hallelujah, 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 hallelujah. Amen, 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 amen. Hallelujah, 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 hallelujah. Glory, 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 glory. Amen, amen. The poor say I am rich. അറിയാവോ? 1-2 ലൈൻ പാടിയേ. Amen, amen. ബലഹീനൻ പറയണം, ഞാൻ ഇനി ബലഹീനനല്ല. സാമ്പത്തിക കുറവുള്ളവൻ പറയണം, ഞാൻ ഇനി ദരിദ്രനല്ല. The poor person should say, I'm not poor anymore. Amen. The poor say I am rich. Hallelujah. The weak say I am strong. Hallelujah. Give thanks with a grateful heart. Give thanks to the Holy One. Give thanks because He's given Jesus Christ. His Son now and now. Let the weak say, I am strong. Let the poor say, I am rich. Because of what the Lord has done for us. And now, let the weak say, I am strong. Let the poor say,
I am raised because of what the Lord has done for us. Give thanks. പ്രിയപ്പെട്ടവരെ, കുഷ്ഠരോഗികളുടെ കാലുകൾ ബലത്തിൽ ചവിട്ടാൻ കഴിയില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. ഇനിയുള്ള 4-5 മിനിറ്റ് മലയാളത്തിലങ്ങ് പറയുക, ട്രാൻസ്ലേഷൻ സമയമില്ല. അവരുടെ കാല് ഉറക്കെ ചവിട്ടാൻ കഴിവില്ല. വർഷങ്ങളായി സെൻസേഷൻ പോയ കാലുകളാണ്. ആ കാലിന്റെ ശബ്ദം കുതിരപ്പടയുടെ ശബ്ദമായി അരാമ്യരെ തോന്നിപ്പിക്കുന്ന ഒരു ദൈവം. മനസ്സിലായില്ലേ? വീണ്ടും വായിച്ചു നോക്കണം. സെയിം ടൈമിനാ ഇവര് ചലിക്കാൻ തുടങ്ങിയപ്പോ അവർ ഓടാൻ തുടങ്ങി. നീ ഒന്ന് ചലിച്ചാൽ ഈ ദേശത്തെ അന്ധകാര ശക്തികൾ ഓടാൻ തുടങ്ങുക. രണ്ടോ മൂന്നോ കപ്പലുകൾ കൊണ്ട് ലോക സുവിശേഷീകരണം സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്ന OM-നെയും ജോർജ് വെർവറെയും ജനിപ്പിച്ചത് ന്യൂയോർക്കിലാണ്. ജോർജ് വെർവർ അതിന് മുമ്പ് ജനിച്ചതാ. പക്ഷേ ജോർജ് വെർവർ, യഥാർത്ഥ ജോർജ് വെർവർ ജനിച്ചത് ന്യൂയോർക്കിൽ ബില്ലിഗ്രാമിന്റെ പ്രസംഗം കേട്ടിട്ടാ. താങ്ക് യു ജീസസ്. അങ്ങനെയാണ് ചിലരിന്ന് ജനിക്കാൻ പോവുക. ചിലരിന്ന് ജനിക്കാൻ പോവുക. ചില ചാർലിമാര് ഇതിനകത്തൊന്ന് ജനിക്കാൻ പോവുക. ചില റൈനഡ് ബോങ്കേമാർ ജനിക്കാൻ പോവുക. ചില ബില്ലിഗ്രഹമാർ ജനിക്കാൻ പോവുക. ചില ഏലീശമാർ ജനിക്കാൻ പോവുക. ചില മേരിമാര് ജനിക്കാൻ പോവുക. ചില രൂത്തുമാര് ജനിക്കാൻ പോവുക. ചില എസ്തേർമാർ ജനിക്കാൻ പോവുക. എത്ര പേര് സ്വീകരിക്കും? പാവങ്ങൾ അറിയുന്നില്ല അവിടെ എന്താ സംഭവിക്കുന്നത്. വീണ്ടും പറയാനുണ്ട് ദൂത്, നിന്റെ ബലം നിനക്കറിയില്ല. ഈ പട്ടി കുരച്ചോണ്ട് നമ്മുടെ നേരെ വരുന്നത് എന്നാണെന്നറിയോ? അത് പേടിച്ചിട്ടാ. നമ്മൾ അതിനെ കടിക്കാതിരിക്കാനാ. അല്ലെങ്കിൽ ഒന്ന് നിന്ന് നോക്കി, അപ്പം ഓടുന്ന കാണാം. ഇങ്ങനെ കുരച്ചോണ്ട് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചു. ഉടനെ പുള്ളി അല്പം പുറകോട്ട് മാറി. അപ്പം എനിക്ക് മനസ്സിലായി സംഗതി ഒന്നുമില്ലെന്ന്. ഒന്നുകൂടെ കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾ വരികയാണെങ്കിൽ വന്നു, ഞാനങ്ങ് പൊക്കോളാം. പുള്ളി മതിൽ കടന്നുപോയി. ഇതെല്ലാം വെറും വിരട്ടലാന്നേ. മന്ത്രവാദം, കൂടോത്രം, ആഭിചാരം, പൈശാചികം, ഇതെല്ലാം വെറും തട്ടിപ്പാണ്. യേശുവിന്റെ നാമം ഉയർത്തിയാൽ അതിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്ന ഒരു ശക്തിയും ഇല്ല. അവനെ വിട്ടേരെ. അവൻ എൻ്റെ അടുത്ത് വന്ന് വളരെ ഡീസൻ്റ് ആയിട്ട് ഇരുന്നാണല്ലോ. ഇനി പോരുവാണേ. ഹലോ ബാ, ഇവിടെ വന്നിരുന്നു. അല്ലെങ്കിൽ അവിടെ ഇരുന്നു. രണ്ടിലൊന്ന് കേട്ടോ. ഓക്കെ, ഏറ്റവും നല്ല സ്ഥലം തരാം, ഇല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ബലം നിനക്കറിയില്ല. അറിയില്ല. നിന്റെ വില നിനക്കറിയില്ല. ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് നിന്നെ സൃഷ്ടിച്ചത്. അതിലുപരി നിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയതാണ്. നിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നതാണ്. എന്നാ നിന്റെ വില? നീ ഒന്ന് കാല് വെച്ചാൽ ചെങ്കടൽ പിളരും, യോർദാൻ പിളരും. അവര് വർഷങ്ങളായിട്ടുണ്ടാക്കി വെച്ച ചുരിദാറും സാരിയും കോട്ടും പൻറ്റും എല്ലാം ഇട്ടിട്ട്
പെട്ടിക്കകത്തിരുന്നോ അലമാരിക്കകത്തിരുന്നോമായ ആഭരണങ്ങളൊന്നും എടുക്കാതെ, വാനിറ്റി ബാഗുകളെല്ലാം തിരിഞ്ഞു നോക്കാതെ ഒരൊറ്റ ഓട്ടമായിരുന്നു. ആരും പിണങ്ങരുതേ. എല്ലാം ഓവറായാൽ ഈ സമയത്ത് സഹായത്തിന് പോകാനൊക്കെ ഏതാ ഇടണ്ടേ എന്നുള്ള ആ ടെൻഷനെ ഇതൊക്കെ മാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായ ഒരു കാലം വന്നിരിക്കുക. ഒരു കാര്യത്തിന് സമയത്ത് ഇറങ്ങാൻ പറ്റിയല്ല. ഇതാണോ അച്ഛാ ഇതിലേതാ കൊടുക്കണ്ടേ? എടി എൻ്റേതൊന്ന് തീരുമാനിക്കട്ടെ എന്നിട്ടല്ലേ. ഇവരിതുപോലെ കൂട്ടി വെച്ചിരിക്കുകയാണേ. സന്ധ്യാസമയത്ത് എഴുന്നേറ്റ് ഓടി. കൂടാരങ്ങൾ, കുതിരകൾ, കഴുതകൾ എന്നിവയെ പാളയത്തിൽ ഇരുന്നവടെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കിയില്ല. എന്നാൽ കെട്ടഴിച്ചു വിട്ടു വരുന്ന അതുങ്ങൾ ഓടിപ്പോക്കോണ്ടേനെ. ഈ പ്രാണഭയത്തിലായാൽ പിന്നെ ഒരു ബോധം ഉണ്ടാവില്ല. ഈ അത്യാഗ്രഹം എല്ലാം തീർന്നായിരുന്നല്ലോ കോവിഡ് വന്നപ്പോൾ. എന്നാ സ്നേഹമായിരുന്ന ആളുകൾ തമ്മിലല്ലേ. വെള്ളപ്പൊക്കം വന്ന 2ാം നിലയുടെ മുകളിൽ ഒരു അപ്പച്ചനും അമ്മയും ഇരിക്കുക. കുറ്റം പറയല്ല കേട്ടോ. ഒരു മോളെ ഇറ്റലിയിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു. എൻ്റെ അമ്മയും അപ്പനും 2ാം നിലയിൽ ഇരുന്ന് പട്ടിണിക്ക് ഇരുന്ന് ചാകാതെ അവരെ ഒന്ന് രക്ഷിക്കാവോ എന്ന് ചോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ രക്ഷിക്കാം, പക്ഷെ ഇത് കഴിയുമ്പോഴെങ്കിലും അയൽവക്കംകാരോട്ടൊക്കെ ഒന്ന് മിണ്ടണേ. കാരണം മക്കൾ ഇറ്റലിയിലായതുകൊണ്ട് അയൽവക്കംകാരോടൊന്നും മിണ്ടത്തില്ല. വിളിച്ചു പറഞ്ഞാൽ മതിയല്ലോ, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വരുമല്ലോ. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇത് കഴിയുമ്പം അയൽക്കാരുമായിട്ടൊക്കെ ഒന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ പോകണം കേട്ടോ. ഇപ്പം എന്നാ സ്നേഹമെന്നറിയോ അവർക്ക്, നാട്ടുകാരോട്. ഈ എമർജൻസി വരുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ അവസ്ഥ. നമ്മളൊക്കെ എന്തോ ഉണ്ടല്ലേ, എന്തോ നമുക്ക്. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രതിസന്ധി വന്നാൽ നിങ്ങൾ എന്നെ എടുത്തോണ്ട് ഓടും. ഞാനൊരു ഐഡിയ പറയാം, പാസ്പോർട്ട് എടുത്തോണം. പോട്ടെ, അങ്ങനെ തന്നെ ഇട്ട് ചോടി. പിന്നെ ആ കുഷ്ഠരോഗികൾ പാളയത്തിൻ്റെ അറ്റത്തെത്തി. ഒരു കൂട്ടർ ഓടുന്നു, ഒരു കൂട്ടർ പ്രവേശിക്കുന്നു. ദൂതാട്ടോ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് തുറന്നിട്ടിരിക്കുന്നു. നിങ്ങൾ പ്രവേശിക്കും, ചിലത് ഇവിടുന്ന് ഒഴിഞ്ഞു പോകും യേശുവിൻ്റെ നാമത്തിൽ. അവരെന്ത് ചെയ്തെന്നറിയാമോ? ഒരു കൂടാരത്തിനകത്ത് കയറി തിന്ന് കുടിച്ചു. അപ്പം അതിൻ്റെ അർത്ഥം എന്നാ? ഈ കറക്കൻ കോഴിയൊക്കെ ഇങ്ങനെ വറുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പുറത്ത് ബ്രെഡ്, ഇപ്പുറത്ത് ബിരിയാണി, ഇപ്പുറത്ത് നമ്മുടെ ഈ സാൽമൺ, ബേക്ക്ഡ് ഐറ്റംസ്. പാവ ഇതുങ്ങൾ എത്രയോ കാലത്തിന് ശേഷമാണ് ഇച്ചിരി നല്ല ഭക്ഷണം കിട്ടുന്നത്. ഈ ഇരുന്നങ്ങ് കഴിച്ചു, എഴുന്നേക്കാൻ മേലെ അതുപോലെ കഴിച്ചു. ഇപ്പം ഞങ്ങൾ തന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് 4 കിലോ കൂടി. ഇതുപോലത്തെ ടേസ്റ്റ് അല്ലേ, എന്ത് ചെയ്യും? വേണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇന്നലെ തൊട്ട് കഞ്ഞിയിലോട്ട് മാറി. കഞ്ഞി നമ്മൾ ആരും നമ്മളെ ഉപദ്രവിക്കുകയില്ല. ഈ ഇട്ട പാൻറ് കൊണ്ട് തന്നെ തിരിച്ചു പോകണ്ടേ? സത്യങ്ങളായി പറയുന്നത് കേട്ടോ. ഒന്നും ഞാൻ അധികം ചേർക്കുന്നില്ല. ഇവരങ്ങ് കഴിപ്പ് തുടങ്ങി. അവിടെ നിന്ന് വെള്ളിയും പൊന്നും വസ്ത്രങ്ങൾ കൊണ്ടുപോയി മറച്ചു വെച്ചു. അതുപോലെ കിടക്കുകയെന്നേ. ചുമ്മാ വാരിയാ കിട്ടും. 250 മുണ്ട്, 400 സാരിയൊക്കെ ചുമ്മാ ഇങ്ങനെ വാരിയാ കിട്ടും. ഇപ്പം പിന്നെ ഈ കബോർഡ് സിസ്റ്റം വന്ന് വലിയ വിടുതലായിപ്പോയി. അലമാരിയാണോ വലിയ പാടാ. ഇതിപ്പോൾ വീടിനോട് ചേർത്ത് തന്നെ ഒത്തിരി കബോർഡുകളുള്ളതുകൊണ്ട് എവിടെ ഇരിക്കുന്നത് പോലും ആർക്കും പിടികിട്ടുകയില്ല. നാളത്തെ വെള്ളപ്പൊക്കത്തിൽ ഒരു ആൻറ്റി എന്നോട് പറഞ്ഞു, പട്ടുസാരി 175 എണ്ണം വെള്ളത്തിനകത്ത്, ചെളി വെള്ളത്തിനകത്തായിപ്പോയി അടുക്കി വെച്ചിരിക്കുക. ഇതൊക്കെ കൊടുത്തിരുന്ന വല്ല പാവങ്ങളും കൊടുത്തോളുകയില്ലായിരുന്നു. സൗകര്യമാരാണോ ഈ കൊടുക്കുകയില്ലാത്ത? അങ്ങനെ തരം തിരിക്കണ്ട അല്ലേ? അത് നിങ്ങൾ ആലോചിച്ച് ചെയ്താൽ മതി.
അടുത്ത കൂടാരത്തിൽ കയറി അവിടുന്നും പിന്നെയും കഴിക്കാമെന്ന് വേറെ ഐറ്റം അവിടെ ഉണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, പുഡിങ് ഉണ്ടായിരുന്നു, എല്ലാം എടുത്തു. കുറേ കയ്യിലും വാരി കൊണ്ടുപോയി ഒളിച്ചു വെച്ച് പൊഴുത്തി വെപ്പ് തുടങ്ങി. പിന്നെ അവർ ബോധം വന്നു, സുബോധം വന്നു. തമ്മിൽ ഒരുത്തനൊരുത്തനെ മുഖത്തോട്ട് നോക്കി, വയറൊക്കെ നിറഞ്ഞ് അനങ്ങാൻ മേലാതെ ആയി. നമ്മൾ ഈ ചോദ്യം ഈ രാജ്യത്തോട് ഞാൻ ചോദിക്കുക, അമേരിക്കൻ മലയാളി സഭകളോട് ഞാൻ ചോദിക്കുക, ഈ ചെയ്യുന്നത് ശരിയാണോ? ഈ പ്രസംഗം മുഴുവൻ നിങ്ങൾ കേട്ടിട്ട് എന്നെ പറയാം, അല്ലെങ്കിൽ ഞാൻ അറിയാച്ചിട്ട് ചോദിക്കുക. നമ്മൾക്ക് എൻ്റെ പൊന്നെ, ഇവിടുത്തെ സഭകളിലെ പാസ്റ്റർമാരെല്ലാം കുറഞ്ഞത് PhD. എന്നെ അലുവ മുറിക്കുന്ന പോലെയല്ലേ പ്രസംഗിക്കുന്നത്, കഷ്ണമായിട്ട്. 7ാമത്തെ പോയിന്റിൻ്റെ 6ാമത്തെ കുറിപ്പ്. എൻ്റെ ഗുണം എഗെയിൻ ശങ്കർ ഓൺ ദ കോക്കനട്ട് ട്രീ. സഭയിലെ ഒരു അമ്മച്ചിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ കൂടെ 2 പോയിന്റ് കൂടെ എക്സ്ട്രാ ഇട്ട് പ്രാർത്ഥിക്കും. കാരണം ഇതിന് മുമ്പത്തെ പാസ് ഇതും അമ്മച്ചിയുടെ നോട്ടിരിപ്പുണ്ട്. ഇതാണ് ഈ പൂഴ്ത്തിവെപ്പെന്ന് പറയുന്നത്. ഞാൻ പറയുന്ന ഫുഡിൻ്റെയും ഡ്രസ്സിൻ്റെയും കാര്യമല്ല. നമ്മൾ കേട്ട എത്രയും വചനം ആര് കേട്ടിട്ടുണ്ട്? ഇനി എന്തിനാ കേൾക്കുന്നത്? പൂഴ്ത്തി വെക്കുക. അയ്യോ, പവർ വിഷൻ്റെ ബന്ധങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഒത്തിരി ഉണ്ട് കേട്ടോ, ഒത്തിരി ബന്ധങ്ങളുണ്ട്. അതിലൊരു ബാങ്ക് മാനേജരായ ആൻറ്റിയെ കാണാൻ ചെന്നു. ആൻറ്റി ബുക്കുകൾ ഇങ്ങനെ ഡയറി അടുക്കി വെച്ചിരിക്കുന്നത് കാണിച്ചു. അതിലൊരു ഡയറി, ഒരു സെറ്റിൻ്റെ പേര് ബാബു ചെറിയ, അതിനാ കൂടുതലും തോന്നുന്നു. അടുത്ത സെറ്റിൻ്റെ പേര് പ്രിൻസ് റാന്നി, 2ാം സ്ഥാനം രാജു പോകാല. 10-20 ഡയറികൾ അടുക്കി വെച്ചിരിക്കുക ഓരോരുത്തർക്ക്. അങ്ങനെ ഇരിക്കും അതിലൊക്കത്തുനിന്ന് ഒരാളൊരു ആവശ്യത്തിന് വന്നു. അവിടെ എന്നോട് പതുക്കെ പറയും, എനിക്ക് അവളെ കാണരുത്. ഈ വന്നയാളെ പിന്നെ എന്തിനാ ഈ ഡയറി മുഴുവൻ എഴുതിയത്? അവരോട് സുവിശേഷം പറയട്ടെ. ഒരു മാറ്റം വന്നിട്ടില്ല, ഡയറികൾ മാറി എന്നല്ലാതെ മാറ്റം. എന്തിനാ നമ്മളിത് ഈ പൂഴ്ത്തിവെപ്പ് നിർത്തണം? 10 പേരോട് സുവിശേഷം പങ്കുവെക്കണം. നാം ഈ ചെയ്യുന്നത് ശരിയല്ല. ഉടനെ അവർ ചിന്തിക്കുക, നമ്മൾ കുഷ്ഠരോഗികളാണ്, നമുക്ക് കഴിവില്ല, നമ്മൾ എങ്ങനെയാണ് ഇത് പങ്കുവെക്കുന്നത്? വേണ്ട, രാജാവിനെ അറിയിക്കാമല്ലോ. അതെന്തുവാ? പ്രയർ. കുറഞ്ഞ പക്ഷം രാജാവിനെ അറിയിക്കുക. കൊയ്ത്തിന്റെ യജമാനോട് വേലക്കാരെ അയക്കാൻ പ്രാർത്ഥിക്കും. എന്തെങ്കിലും സംഭവിച്ചോ ഇന്ന് രാത്രി? എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണമെന്നുണ്ട്. ഈ സഭയോട് ചേർന്ന് ശുശ്രൂഷകരായി നിൽക്കുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഈ സഭയോട് ചേർന്ന് ശുശ്രൂഷകരായിട്ടുള്ളവർ ഒന്നിങ്ങോട്ട് വന്നാട്ടെ. പിതാവേ, ഈ വചനത്തോട് ചേർന്ന്, ഈ അഭിഷേകത്തോട് ചേർന്ന്, ഈ അഭിഷിക്തന്മാരുടെ മേൽ ഞാനിപ്പോൾ കൈവയ്ക്കുന്നു. ഇവരുടെ മേൽ തേജസ് ഇറങ്ങട്ടെ. ആള് മാറിയതുപോലെ പകർച്ച ഡബിൾ പോർഷൻ. ഒന്ന് കേട്ടെ, എനിക്കൊരു സ്പർശനം വേണം, എൻ്റെ കണ്ണൊന്ന് തുറക്കണം, എനിക്കൊരു അഭിഷേകത്തിൻ്റെ പുതുക്കം വേണം എന്ന് കൊതിക്കുന്നവരൊക്കെ ഒന്ന് കൈ ഉയർത്തി. നിങ്ങൾ ആ കസരയിൽ നിന്ന് ഇറങ്ങി നടുവിലോട്ട് വന്ന് നിന്നേ. ഈ അഭിഷക്തന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങൾ പോയി പ്രാർത്ഥിക്കണം, ഞാൻ പോകത്തില്ല. നിങ്ങൾ ഇവിടെ നടുക്കോട്ട് ഇറങ്ങിയതില്ലേ? ദൈവദാസന്മാർ പോയി പ്രാർത്ഥിച്ചോ. പാട്ടിച്ചിരി കഴിഞ്ഞ് പാടാം. മറ്റുള്ളവർ ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിൽക്കട്ടെ. എബിൻ ഒരു കോറസ് പാടിക്കും.
മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാൻ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാൻ. ഓ ദിതിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത വീരുറവയിന്നു തുറക്കാനാഥ. ദിതിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത വീരുറവയിന്നു തുറക്കാനാഥ. ഓ പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ, യേശുവേ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. ഓ പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. ഓ പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. ഓ പെന്തക്കോസ്തമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാൻ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാൻ. ഓ നീതിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത വീരുറവയിന്നു തുറക്കാനാഥ. ഓ നീതിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത വീരുറവയിന്നു തുറക്കാനാഥ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാ. ചലിക്കുന്നയല്ല ചലിക്കാലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലേ. സൈന്യത്താലെയല്ല ശക്തിയാലേ ദൈവത്തിന്റെ ആത്മാ ശക്തിയാലേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം. മാണിക്കല്ലിൽ കയറ്റാം ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ. മാണിക്കല്ലിൽ കയറ്റാം പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യം നൽകേണം, നിത്യതയിലെത്തി ആശ്വസിക്കുവാൻ. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ഓ പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ. ഓ മുട്ടോളമല്ല വലിയൊരു ജീവ നദിയൊഴുകാൻ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാൻ. ഓ ദിതിയിട്ടല്ലാതെ ഓ ദിതിയിട്ടല്ലാതെ തുറക്കാനാഥ. പെന്തക്കോസ്തു നാളിൽ
സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഓ ആരാധനയ്ക്കു യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാപത്താൽ നിറയപ്പെട്ട എന്റെ നിന്നെ പാണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്നെ പാണിയാൽ പിടിച്ചെടുത്തു. ഓ പാവന നീണം തന്നു, പാവന നീണം തന്നു. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഓ ആരാധനയ്ക്കു യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനം നിൻ മക്കൾ കൂടിയിടുമ്പോൾ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനം നിൻ മക്കൾ കൂടിയിടുമ്പോൾ. മദ്യവാനാനുഗ്രഹം മദ്യവാനാനുഗ്രഹം ചെയ്തവൻ നീ മാത്രമാ. അന്നാ ആത്മാവിൽ ആരാധിക്കൂ. ചെയ്തവൻ നീ മാത്രമാ. അങ്ങേ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഓ ആരാധനയ്ക്കു യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ ബാബാ മദ്യോസിൻ മാളികയിൽ ആദിമനൂറ്റാണ്ടിൽ നിന്ദാസ മദ്യോസിൻ നിന്നാവി പകർന്നപ്പോൾ നിന്നാവി പകർന്നപ്പോൾ നിന്ദാസ മധ്യത്തിൽ നിന്നാവി പകർന്നപ്പോൾ ശക്തിയായിരിക്കുക നിന്റെ ആത്മാവിൽ ആരാധിക്കും. ശക്തിയായ ചെയ്യുക നിന്റെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു
Thank you, Father. We praise you. ദൈവശബ്ദത്തിന്റെ മുമ്പിൽ കാൽ വെക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ, ദൈവശബ്ദത്തിന്റെ മുമ്പിൽ കാലുകൾ വെക്കാൻ തയ്യാറുണ്ടെങ്കിൽ, നിങ്ങളുടെ കാലുകൾ ബലമില്ലാത്തതാണെങ്കിലും ശത്രുവിന്റെ പാളയത്തിൽ അത് ആരവമായി മുഴങ്ങും. If you are ready to take a step for him, അവന് വേണ്ടി ഒരു കാല് നിങ്ങൾ വെക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ദൈവശബ്ദത്തിന്റെ മുമ്പിൽ കാല് വെക്കാൻ തയ്യാറുള്ള ചില പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു. നിന്റെ സാധ്യതകൾ കാല് വെക്കാൻ തയ്യാറുള്ളതല്ല. നിന്റെ സാധ്യതകൾ, നീ ഒരു കുഷ്ഠരോഗിയാണ്, നിന്റെ കാലിന് ബലമില്ല, പക്ഷെ ദൈവശബ്ദം കേട്ടു. ചിലർ അത് വേണ്ട എന്ന് വെക്കുമ്പോൾ നീ ആ ദൈവശബ്ദത്തിന്റെ മുമ്പിൽ കാലുകൾ വെക്കാൻ തയ്യാറായി, തീരുമാനമെടുക്കാൻ തയ്യാറായാൽ, മുൻപോട്ട് നടക്കാൻ തയ്യാറായാൽ, നിന്റെ കൂടെ നടക്കാൻ ദൈവം ഇറങ്ങി വരും. നിന്റെ കൂടെ ഇറങ്ങി വരും, ദൈവം ഇറങ്ങി വരും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി പറഞ്ഞ ദൈവശബ്ദത്തിന്റെ മുമ്പിൽ കാല് വെക്കാൻ തയ്യാറാകും നീ. Thank you, Father. We praise you. Thank you, Father. ഒരു വലിയ കൊള്ള താങ്കൾ പങ്കിടും. ദൈവശബ്ദത്തിന്റെ മുമ്പിൽ കാല് വെച്ചാൽ മതി. ദൈവശബ്ദത്തിന് മുമ്പിൽ കാല് വെക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഒരു വലിയ കൊള്ള തന്നെ കൊണ്ട് പങ്കിടിപ്പിക്കാൻ ദൈവത്തിന് ആഗ്രഹം. ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ധാരാളം സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നു, ധാരാളം തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രി നമ്മളോട് പരിശുദ്ധാത്മ പറയുന്നു, നാം ചെയ്യുന്നത് ശരിയല്ല. കേട്ടത് കുറിച്ചു വെച്ച്, കേട്ടതിൻ്റെ മേൽ കേട്ടത് കേട്ട് ഇങ്ങനെ പോകാതെ, താങ്കളുടെ കുടുംബത്തിൽ ഒരാളെങ്കിലും ഈ ദൈവശബ്ദം കേൾക്കാത്തയുണ്ടെങ്കിൽ ആ വ്യക്തിയോട് യേശുവിനെ കുറിച്ച് പറയാൻ ഇന്ന് രാത്രി, കർത്താവേ, ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്നൊരു തോന്നലുള്ള എത്ര പ്രിയപ്പെട്ടതിനകത്തുണ്ട്. ഒരു മിഷൻ ചലഞ്ച് ഇന്ന് രാത്രി നൽകുകയാണ്. ഒരു മിഷോളജിക്കൽ പെർസ്പെക്റ്റീവിൽ ഇന്ന് രാത്രി നിങ്ങളോട് പരിശുദ്ധ സംസാരിച്ചു കൊണ്ടിരിക്കുക. എത്ര നാളായി യേശുവിൻ്റെ ശബ്ദം കേട്ട് ക്രൂശിൻ്റെ സ്നേഹം മനസ്സിലാക്കിയിട്ട്? എത്ര നാളായി യേശു താങ്കളെ തെരഞ്ഞെടുത്തിട്ട്? എത്ര നാളായി യേശുവിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ട്? ഇതുവരെ താങ്കളുടെ കുടുംബത്തിൽ, താങ്കളുടെ കൂട്ടുകാരിൽ ഒരാളോടെങ്കിലും ഈ സത്വർത്തമാനം പറയാൻ തയ്യാറായിട്ടില്ലെങ്കിൽ താങ്കൾ ചെയ്യുന്നത് ശരിയല്ല, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, ആൽബനി സഭ ചെയ്യുന്നത് ശരിയല്ല. ഇന്ന് രാത്രി നിങ്ങളോട് പരിശുദ്ധാത്മാവ് എന്നോടും സംസാരിക്കുന്നു. നാം ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല. നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ലെന്ന് സമ്മതിച്ച് തൃപ്തി അണയാതെ ഇന്ന് രാത്രി പറ, കർത്താവേ, എനിക്ക് അല്പം കൂടെ ചെയ്യണം, എനിക്ക് അല്പം കൂടെ ആൾക്കാരോട് പറയണം, എനിക്ക് അല്പം കൂടെ സംസാരിക്കണം, ഈ ശത്രുവർത്തമാനം അറിയിക്കണം, ഈ ശത്രുവർത്തമാനം കൂടെ അറിയിക്കണം എന്നിന്ന് രാത്രി ഒരാളെങ്കിലും തീരുമാനമെടുക്കാൻ തയ്യാറുണ്ടോ? കർത്താവേ, ഞാൻ ചെയ്യുന്നത് ശരിയല്ല, ഞാൻ ആത്മസാന്നിധ്യം അനുഭവിക്കുന്നു, ഞാൻ ദൈവസ്നേഹം എന്തെന്ന് തിരിച്ചറിഞ്ഞു, ക്രൂശ് എന്തെന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് സന്ദേശം പങ്കുവയ്ക്കാനായിട്ട് ഇതുവരെ കഴിയുന്നില്ല. ഇന്ന് രാത്രി ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കരം ഉയർത്തിപ്പിടിക്കുക. ഞാൻ എൻ്റെ കണ്ണുകൾ അടയ്ക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കണ്ണ് തുറന്നിരിക്കുന്നു. ഈ ഹോളിനകത്ത് ഞാൻ ചെയ്യുന്നത് ശരിയല്ല, എനിക്ക് ചിലരോടെങ്കിലും ഈ കൊള്ള പങ്കിടുന്ന സന്ദേശം പങ്കുവയ്ക്കണം എന്ന ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? Can you please lift up your hands? അങ്ങനെയുള്ളവർ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുക. യേശുവേ, ഞങ്ങൾ ചെയ്യുന്നത് ശരിയല്ലപ്പാ. ഞാൻ എൻ്റെ കരം ഉയർത്തിപ്പിടിക്കുക. എനിക്ക് പറയാനായിട്ട്, എന്നെ ഏൽപ്പിച്ച സന്ദേശം പറയേണ്ടതുപോലെ പറയാൻ ഇന്നുവരെ പറ്റുന്നില്ല കർത്താവേ. ഓടാനിന് ഒത്തിരി പട്ടണങ്ങളുണ്ടപ്പോ, ഒത്തിരി കുടുംബങ്ങളുണ്ടപ്പോ. ഈ കൊള്ള പങ്കിട്ടേച്ച് പോയി പറയാൻ പറ്റുന്നില്ലപ്പോ. രാത്രി അങ്ങനെയുള്ളവർ കരം ഉയർത്തിപ്പിടി. ലോർഡ്, കർത്താവിന്റെ കരം നിന്റെ കരത്തിൽ പിടിക്കുന്നുണ്ട്. നോക്കൂ, താങ്കൾ ചെന്ന് രാജാവിനോട് കാര്യം പറയാൻ പോകുക. അത് പ്രാർത്ഥനാ മണ്ഡലങ്ങളാ. അത് മാത്രമല്ല, ചിലരോട് പറയാനായിട്ട് ഈ ദിവസങ്ങൾ ദൈവം നിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പോകുക. ചില ഭവനങ്ങൾ നിന്റെ മുമ്പിൽ തുറക്കാം. ദൈവദാസനെ, ചില ഭവനങ്ങൾ നിന്റെ മുമ്പിൽ തുറക്കാൻ പോകുക. ചില ഭവനങ്ങൾ നിന്റെ മുമ്പിൽ തുറക്കാം. ചില പട്ടണം തുറക്കാം. ആത്മാവ് ഞാൻ പ്രവചിച്ചു പറയുന്നു, ചില പട്ടണങ്ങൾ നിന്റെ മുമ്പിൽ തുറക്കാൻ പോകുക. ചില ഭവനങ്ങൾ നിന്റെ മുമ്പിൽ തുറക്കാൻ പോകുക. ഈ സന്ദേശം കൈമാറാം. യേശുവിൻ വേല ചെയ്യും യേശുവിനായി അന്ത്യത്തോളവും യേശുവിൻ
യേശുവിനായി ഞാൻ പോകും, യേശുവിൻ വേല ചെയ്യും. ഉറപ്പുള്ളവർ പറഞ്ഞേ, യേശുവിന്റെ വേല ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞേ. അന്ത്യത്തോളമും ഓ, എവിടെ വേണാലും ഞാൻ പോകുന്നു പറഞ്ഞേ. ഓ, യേശുവിന്റെ സ്നേഹം എന്തിക്കൊണ്ട് പോകാൻ പോയിടും ഞാൻ, യേശുവിനായി പോയിടും ഞാൻ. താൻ വിളിച്ചാൽ പോയിടും ഞാൻ, യേശുവിനായി ഏതു നാട്ടിലും. യേശുവിനായി ഞാൻ പോകും, യേശു വേല ചെയ്യും, യേശു അന്ത്യത്തോളവും. യേശുവിനായി ഞാൻ പോകും, യേശുവിൻ വേല ചെയ്യും, യേശുവിനായ അന്ത്യത്തോളവും. When he calls me, I will answer. When he calls me, I will answer. When he calls me, I will answer. I'll be somewhere working for my Lord. I'll be somewhere working. I'll be somewhere working. I'll be somewhere working for my Lord. I'll be somewhere working. I'll be somewhere working. I'll be somewhere working for my Lord. യേശുവിനായി ഞാൻ പോകും, യേശുവിൻ വേല ചെയ്യും, യേശുവിനായൻ അന്ത്യത്തോളവും. യേശുവിൻ വേല ചെയ്യും, യേശുവിന അന്ത്യത്തോളവും. സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ കരങ്ങളെ ഉയർത്തി സമർപ്പിച്ച പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 13-ാം തീയതി മുതൽ ഞങ്ങൾ ഈ സുവിശേഷം എന്തിക്കൊണ്ട് പല പട്ടണങ്ങളിൽ പോയി എൻ്റെ യേശുവിനെ ഉയർത്തി. ഞങ്ങൾ ചെയ്യുന്ന നന്നല്ല എന്ന് ഞങ്ങൾക്ക് തോന്നി കർത്താവേ. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും അപ്രയോജനദാസന്മാരാ കർത്താവേ. ഞങ്ങൾ കുറച്ചും കൂടെ പോകാൻ, ഇന്ന് ഭക്തൻ പറഞ്ഞതുപോലെ 100 മിഷണറിമാരെ ഇതിനകത്തുനിന്ന് വാർത്തെടുത്ത് പുറത്തേക്കിറക്കാൻ പരിശുദ്ധാത്മാവേ നീ ഞങ്ങൾക്ക് തുണ നിൽക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കൂ. യേശുവിന്റെ നാമത്തിൽ ആ ദൂത് നിവർത്തിയാകാൻ തടസ്സമായി നിൽക്കുന്ന സകല പോരുകളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുകയാ. ആത്മമണ്ഡലം ഞങ്ങൾ തുറന്നിറങ്ങട്ടെ കർത്താവേ. അടുത്ത നാളുകൾ ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുവാൻ ദൈവം സഹായിക്കണം. ഇന്ന് രാത്രിയിൽ ഈ ആലയത്തിൽ കടന്നു വന്ന ദൈവത്തിൻ്റെ വചനം കേട്ട് സമർപ്പിച്ച പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭവനങ്ങളെ, അവരുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രി ഇതിനു വേണ്ടി മാത്രം കടന്നു വന്ന ചില പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. ലോർഡ് യു ബ്ലസ് ദം. അവരെ അനുഗ്രഹിച്ചാട്ട് കർത്താവേ. ഞങ്ങൾ ഇന്ന് രാത്രി മടങ്ങിപ്പോകുകയാണ്. നാളെ വിശുദ്ധ സഭായോഗത്തിൽ അങ്ങ് ഇന്ന് രാത്രി വന്നില്ലെങ്കിൽ വന്ന് സംബന്ധിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും, എല്ലാ പുകഴ്ചയും, എല്ലാ ആരാധനയും എൻ്റെ കർത്താവിന് അർപ്പിക്കുന്നു. അങ്ങനെ ദാസനെ ഇന്ന് രാത്രി ശക്തിയോടെ ഈ പട്ടണത്തോടുള്ള സഭയോട് ദൂത് വിളിച്ചറിയിക്കാൻ നീ ബലം നൽകിയതിന് നന്ദി പറയുന്നു കർത്താവേ. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം മഹത്വം കർത്താവിന്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഈ എളിയ പ്രാർത്ഥനയും കേട്ട് ഉത്തരമരുളുമാറാകണമേ പിതാവേ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടെന്ന് അനുഗ്രഹിച്ചതിനാ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. വിടാതവണ്ണം നമ്മെ സൂക്ഷിച്ച് കളകമില്ലാത്തവനായി അനന്തോടെ നിർത്തുവാൻ കഴിയുന്ന ത്രിയേക ദൈവത്തിന്റെ സവകാശവും കൂട്ടായ്മയും കാവലും പരിപാലനങ്ങളും ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ച എല്ലാ വിഷയം ശിഷ്യാക്കൾ സംബന്ധിക്കുന്ന സകല വിശുദ്ധന്മാരുടെ മേൽ ഇന്നു മുതൽ നീക്കും കർത്താവ് രണ്ടാമത്തെ വരവരി ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മൂലം നമുക്ക് ചെയ്യാൻ നൽകിയ ദൈവത്തിന് കരങ്ങളെ ഉയർത്തി ശക്തിയോടെ 3 ഹല്ലേലൂയ പറയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണം. നിങ്ങളെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മുടെ 8:30 മണിക്ക് 8:30 തെലുങ്ക് സർവീസ് ഉണ്ടായിരിക്കും. 9 മണിക്ക് സൺഡേ സ്കൂൾ,
10 മണിക്ക് നമ്മുടെ മെയിൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം സർവീസ് ആരംഭിക്കും. ദയവായി എല്ലാ പ്രിയപ്പെട്ടവരും നാളെ ഹോളി കമ്മ്യൂണിയൻ ഉണ്ട്. 12:30 നമ്മൾ ഫിനിഷ്